കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പാ, ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കാനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യയോടെ അരുളി ചെയ്ത പിതാവേ, ഈ 3-ാമത്തെ ദിവസവും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദേശത്ത് വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കൺവെൻഷൻ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമായി ഭരിച്ചു വാഴുന്ന സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും സ്വർഗം ഇറങ്ങി നടത്തിയനായി സ്തോത്രം കർത്താവെ. ഈ 3-ാമത്തെ ദിവസവും സ്വർഗത്തിലെ ദൈവം തന്നെ കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. കർത്താവെ പാടുന്ന അവിടുത്തെ മക്കളെ ബലപ്പെടുത്തണമേ കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ. ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാവും സ്വർഗം അനുവദിക്കല്ലേ കർത്താവെ. ആത്മാവിൻ്റെ നിറവോടെ ശക്തിയോടെ പാടുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് കർത്താവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവെ. വചനം പ്രസ്താവിക്കുന്ന കർത്താവെ, അവിടുത്തെ വേലക്കാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം കർത്താവെ ആത്മമാരി പോലെ പെയ്തിറങ്ങട്ടെ കർത്താവെ. കേൾക്കുന്ന സകല ജനത്തിനും അതൊരു രൂപാന്തരമായി മാറട്ടെ കർത്താവെ. പാവികൾക്ക് മാനസാന്തരം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി കർത്താവെ, അവിടുത്തെ കർത്താവ് വേലക്കാർ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവെ, ദേശത്തിന് മേൽ അത് വ്യാപരിക്കട്ടെ കർത്താവെ. വേഗത്തിൽ ചലിക്കുന്ന അവിടുത്തെ വചനത്തെ അയച്ച് സ്തോത്രം ചെയ്യുന്നപ്പ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളും ഈ പകൽക്കാലം ഈ 3-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ കർത്തൃപാദപീഠത്തിൽ അടുത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവെ. ഈ സ്ഥലത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ ദേശത്തിലെ സകല ജനത്തെ സ്വർഗം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ മീറ്റിംഗിൽ കർത്താവ് സകല ജനവും കടന്നു വരട്ടെ കർത്താവെ. ഈ 3-ാമത്തെ ദിവസം സ്വർഗത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. ഇതുവരെ കർത്താവെ അനുഭവിച്ചറിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ കർത്താവെ, ഇതുവരെ ഞങ്ങൾ കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പോൾ അനുഭവിച്ചറിയാത്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ 3-ാമത്തെ ദിവസം വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവെ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു കൂട്ടർ ജനം കർത്താവെ ക്രിസ്തുവിലേക്ക് ചേരുന്ന ദിവസമാക്കി സൈന്യം കർത്താവ് ഈ ദേശത്തിൽ വെളിപ്പെടേണ്ട കർത്താവെ. സകലമാന ഇരുളുകളെ ഭേദിച്ചു കളയുന്ന സ്വർഗത്തിലെ തീ വ്യാപരിക്കട്ടെ കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവെ സാന്നിധ്യം ഈ കർത്താവ് ഈ സ്ഥലത്ത്, ഈ കൺവെൻഷൻ സ്ഥലത്ത് വ്യാപരിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ കർത്താവെ. പ്രതികൂല സാഹചര്യം ഉണ്ടാകുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഹല്ലേലൂയ. തുടർന്നുള്ള കർത്താവെ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം നടത്തുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അധികാരമുള്ള യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ സ്തോത്രം, അപ്പൻ്റെ രാജ്യത്തിൽ വരാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ കുറേ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എടുത്ത് ലൂക്കോസ് സുവിശേഷം, ഇതെല്ലാം എൻ്റെ വിഷയം ഇതല്ല, വിഷയം വേറെയാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് 2 വരി പറഞ്ഞാലേ തീരൂ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, നല്ല ഗുരു എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ്. യേശു പറഞ്ഞു, അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കാര്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൽപ്പനകളെല്ലാം പ്രമാണിക്കണം, എന്നാലേ ജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കർത്താവ്, ഞാനത് ചെറുപ്പം മുതലേ ഈ വചനമെല്ലാം ഞാൻ അനുസരിക്കുക എന്ന് ആര് പറഞ്ഞു? സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കുഞ്ഞുനാൾ മുതലപ്പാ ഈ വചനമെല്ലാം ഞാൻ അനുസരിച്ചുകൊണ്ടിരിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, മക്കളെ, ഒരു കുറവ് നിനക്കുണ്ട്. എത്ര കുറവുണ്ട്? ഒരു കുറവ് നിനക്കുണ്ട്. എന്താ കുറവ്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, ദരിദ്രർക്ക് പകുത്തു കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ വളരെ ദുഃഖം, ഭയങ്കര വേദനയായി. ദുഃഖത്തോടെ വന്ന ആള് തിരിച്ചുപോയി. പുള്ളിക്ക് അതനുസരിക്കാൻ പറ്റുന്നില്ല, പുള്ളിക്ക് ആ വചനം കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്വത്രം പുള്ളി തിരിച്ചുപോയി. എന്ന് പറഞ്ഞുകൊണ്ട് വചനം മാറിയോ? അയ്യോ, ആ മനുഷ്യനെ അനുസരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേദപുസ്തകത്തിൽ എഴുതണ്ട, അങ്ങനെ വെച്ചോ? ഇല്ല. ഹല്ലേലൂയ. അയാൾ അനുസരിച്ചില്ല, തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വേദപുസ്തകം ദൈവം മാറ്റി എഴുതില്ല, അത് തന്നെ എഴുതി.
ഹല്ലേലൂയ. കാരണം അതിനത്രയും പ്രാധാന്യമുണ്ട്, തിരുവചനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ സ്തോത്ര ഹല്ലേലൂയ. അയാൾ അനുസരിക്കാതെ തിരിച്ചു പോയില്ല എന്നല്ല യേശുവിൻ്റെ വിഷയം. യേശുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നാൽ ഏത് ഒട്ടകത്തെയും പൊടിച്ച് സൂചിക്കുഴക്കകത്തൂടെ കടത്തുവാൻ കഴിവുള്ള സർവശക്തൻ ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ 18-ാം അധ്യായത്തിനകത്ത് യേശുവിൻ്റെ വചനത്തിന് വേണ്ടി വന്നു, ദാഹത്തോടെ വന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ദാഹത്തോടെ അനേകർ അപ്പനായി വേണം, അപ്പ അമ്മയായി എനിക്ക് അങ്ങനെ വേണം. പാട്ടുകാരൻ പാടി, അപ്പനായും അമ്മയായും എല്ലാമായും അങ്ങയെ എന്നും വേണം, യേശുവേ വേണം. അപ്പനായും അമ്മയായും എല്ലാമായും യേശുവേ അങ്ങ് വേണം, യേശുവേ വേണം. എല്ലാവരും പറയാറുണ്ട്, അപ്പാ എനിക്ക് അപ്പനായിട്ട് അങ്ങനെ വേണം, അമ്മയായിട്ട് അങ്ങനെ വേണം, എനിക്ക് അങ്ങേക്കായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ. ഓ, എത്രവർക്ക് മനസ്സിലായി? അപ്പാന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്, ആണ്ടവരെന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. സകല ജനങ്ങൾ അപ്പാ, ആണ്ടവരെ, ദൈവമേ, യേശുവേ എന്നെ കൂടെ ഒന്ന് തുടരണേ എന്നൊക്കെ പറയുന്നുണ്ട്. സ്നേഹിതരെ, ഹല്ലേലൂയ. ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് വന്നു. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നല്ല ധനവാനായിട്ടാണ് വന്നേ. സ്വത്രം എന്നാൽ യേശു കർത്താവ് പറഞ്ഞപ്പോൾ വളരെ വേദനയോടെ തിരിച്ചുപോയി, ദുഃഖിച്ച് തിരിച്ചുപോയി. ആ വചനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ആ വചനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, ദുഃഖിച്ച് തിരിച്ചുപോയി. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ദൈവരാജ്യത്തിൽ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സാധ്യം. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ, എത്ര പേർക്ക് സൂചി കണ്ടിട്ടുണ്ട്? സൂചി കണ്ടിട്ടുള്ളൊരു കര ഉയർത്തിക്ക്. സൂചി കണ്ടിട്ടുണ്ട്, സന്തോഷം. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, കര ഉയർത്തി. ഹല്ലേലൂയ. അപ്പോൾ സൂചി കണ്ടിട്ടുണ്ട്. സൂചിക്കുഴയ്ക്ക് അകത്തൂടെ എന്തോന്ന് പോകുമെന്ന്? നൂല് പോകുന്നല്ല, പിന്നെ ഒട്ടകത്തിന് വലിപ്പം ചെറുതാണോ കുഞ്ഞാണോ അതോ എത്ര വലിപ്പമുണ്ട് ഒട്ടകത്തിന്? ഒട്ടകം കുഞ്ഞാണോ? കടുകിൻ്റെ അത്രയാണോ ഒട്ടകം? വലുതാണല്ലേ. ഒരിക്കലെങ്കിലും ഒട്ടകം സൂചിക്കകത്തൂടെ പോവുമോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? കർത്താവ് അത്രയും പാവിയായ ഒരു വ്യക്തി അപ്പൻ്റെ കയ്യിൽ വന്നാൽ ഒന്ന് പൊടിച്ച് തരിപ്പണമാക്കി ആ സൂചിക്കുഴക്കകത്തൂടെ ഒരു തരിയാക്കി വിടാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന്. ഏത് കൊടും ഭാവിയെയും പൊടിച്ച് തരിയാക്കി ഭസ്മമാക്കി ആ നൂലിനെക്കാളും ചെറിയ കനമാക്കി ഈ സൂചിക്കുഴക്കകത്തൂടെ എൻ്റെ അപ്പൻ്റെ പിള്ളയാക്കി, എൻ്റെ അപ്പൻ്റെ മകനാക്കി, എൻ്റെ അപ്പൻ്റെ മകളാക്കി, എൻ്റെ അപ്പൻ്റെ പ്രിയ പൈതലാക്കി മാറ്റി അപ്പൻ്റെ ഇഷ്ടം ചെയ്യിച്ച് ആ സൂചിക്കുഴയുടെ അകത്തൂടെ ആ ഇടുക്കുവാതിലൂടെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ഈ മനുഷ്യൻ അവിടെ വന്നു, യേശുവിൻ്റെ അടുക്കൽ നിത്യജീവനൊക്കെ ചോദിച്ചു. പക്ഷേ ഡിമാൻഡ് കേട്ടപ്പോൾ അവൻ തിരിച്ചുപോയി. എന്നാൽ ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരുത്തൻ യേശുവിനെ കാണാനുള്ള ആർത്തിയായി കേട്ടോ. അയാൾക്ക് എന്തോന്നാ 18-ൽ എന്തോന്നാ പറഞ്ഞേ? 18-ൽ അയാളുടെ ആഗ്രഹം നിത്യജീവനെ അവകാശമാക്കാൻ ആരുടെ അടുത്ത് പോയി? യേശുവിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റാതെ, മുട്ടുമടക്കാൻ പറ്റാതെ, അതിൻ്റെ മുമ്പിൽ വീഴാൻ പറ്റാതെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വചനം കേൾക്കുന്നുണ്ട്, വീഴാൻ പറ്റുന്നുണ്ടോ? മുട്ടുമടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഏതൊരു പ്രയോജനമില്ല. ഇത് കേട്ട് തള്ളിക്കളഞ്ഞു പോകാം, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ അപ്പച്ച എന്നോടാണ് അങ്ങ് സംസാരിക്കുന്നത്. ഞാൻ ആ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ, മുട്ടുമടക്കാൻ, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കട്ടെ, മരിക്കട്ടെ, സാരമില്ല, എൻ്റെ യേശുവോടുള്ള ജീവിതം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് മുട്ടുമടക്കി ദൈവഭാഗത്ത് വീഴുന്ന പൈതലാണ് അനുഗ്രഹിക്കപ്പെട്ട പൈതൽ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, എന്ത് സംഭവിച്ചു? തിരിച്ചുപോയി ഇല്ലേ? വചനം കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല, മുട്ടുമടക്കാൻ പറ്റില്ല, തിരിച്ചുപോയി. സ്തോത്രം. യേശുവിൻ്റെ അടുത്ത് വന്ന ആളാണ്, യേശുവിനെ കണ്ട ആളാണ്, നേരിട്ട് സംസാരിച്ച ആളാണ്. യേശുവിനെ കണ്ടു, നേരിട്ട് സംസാരിച്ചു. പക്ഷേ യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് യേശു ആ കണ്ണുകളിലേക്ക് നോക്കി, മോനെ ഒരു കുറവുണ്ട്, ബാക്കി 99 ഇല്ലെന്ന്. നമുക്കോ അയാൾക്ക് എത്രയില്ല? 99 ഒരു കുറവേ ഉള്ളൂ. 100-ൽ 1 മാത്രമേ അയാൾക്കുള്ളൂ. നമുക്കോ 100-ൽ 1 ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അയാൾക്ക് എത്രയുണ്ട്? 99 ഒന്നില്ല. നമുക്കോ 1 ഉണ്ടോ? ഹല്ലേലൂയ. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. കർത്താവേ,
എന്നിൽ എന്തുണ്ടപ്പാ. ഹല്ലേലൂയ. അപ്പാ എന്നെ ഒന്നൊന്ന് പൊടിക്കണേ. ആരൊക്കെ പറയുന്നുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവ് എന്നെ ഒന്നൊന്ന് പൊടിക്കണേ, എന്നെ ഇന്നൊന്ന് തരിയാക്കണേ, എന്നെ നിന്ന് കർത്താവിൻ്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കണേ. ആ കുശവൻ്റെ വീട്ടിനകത്തേക്ക്, ഇരമ്യാവിൻ്റെ പുസ്തകം 18 കുശവൻ്റെ വീട്ടിനകത്തേക്ക് എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോണേപ്പാ. ആ കുശവൻ്റെ മൺപാത്രം പണിയുന്നത് പോലെ എന്നെ കൂടെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് പണിയണമേ. വക്ക് പൊട്ടിയ പാത്രമാണ്, അഴക് പോയ പാത്രമാണ്, ഭംഗി പോയ പാത്രമാണ്. ഓ, വിശുദ്ധി നിറയേണ്ട സ്ഥാനത്ത് അശുദ്ധി നിറഞ്ഞ പാത്രമാണ്. ഇന്ന് ഇതിനെ ഒന്ന് പണിത് എൻ്റെ അപ്പൻ്റെ മുത്താക്കി ഒന്ന് എടുക്കണമേ. അല്ലെങ്കിൽ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങൾ ഇന്ന് നിറച്ചിട്ട് ദൈവം അയക്കൂ. ഹല്ലേലൂയ. നമ്മൾ വെറുതെ അല്ല അപ്പൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ദൈവം തൊട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 18-ാം അധ്യായത്തിനകത്ത് വന്നവൻ സങ്കടത്തോടെ സ്തോത്രം ദൈവം പറഞ്ഞ വചനം കേൾക്കാൻ പറ്റാതെ, അംഗീകരിക്കാൻ പറ്റാതെ, കീഴടങ്ങാൻ പറ്റാതെ തിരിച്ചു പോയപ്പോൾ 19 ഒരുത്തനുണ്ടല്ലോ എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നെന്നല്ല, അവൻ എൻ്റെ അപ്പനെ കാണാനുള്ള ആവേശം. അവൻ്റെ പേരാണ് സക്കായി. ഹല്ലേലൂയ. അവന് പൊക്കം കുറവാണ്, പുരുഷാര നിമിത്തം അങ്ങോട്ട് കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പൊക്കം കുറവ് നിമിത്തം ചിലപ്പോൾ നമുക്ക് ഇത്രയുള്ള പൊക്കമൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ വളർച്ചയെ കുറിയുവിൻ്റെ പല അർത്ഥങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പുരുഷാര നിമിത്തം യേശുവിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. നമ്മളാണെങ്കിൽ വിചാരിക്കുന്നത് അവിടെ ഭയങ്കര ജനമാണ്, ഇരിക്കാനൊന്നും സീറ്റ് ഇട്ടില്ല, ഇനി ആരാധനയ്ക്ക് പോകില്ല, ഞാൻ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. പക്ഷേ സക്കായി പറഞ്ഞു, ഇവിടെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ തിരിച്ചു പോകുന്ന പരിപാടിയില്ല, ഞാൻ എവിടെ ഇരുന്നാലും ഇന്ന് വന്ന കാര്യം സാധിച്ചിട്ടേ. ആർക്കൊക്കെ മനസ്സിലായി? വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ പോകും. ആര് ചിന്തിച്ചു? ആര്? സക്കായി. മറ്റവനോ തിരിച്ചു പോയില്ലേ? 18 തിരിച്ചു പോയില്ലേ? 19 ഒരുത്തൻ പറയുന്നു, എന്നെ ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും, ആരൊക്കെ തള്ളി അങ്ങോട്ട് പോകണ്ടടാ എന്ന് പറഞ്ഞാലും ഞാൻ പോകും, എൻ്റെ അപ്പൻ്റെ മുൻപിൽ വീഴും, ഞാൻ ഏറ്റു പറയും, കുറവുകളെ ഉണരും, യേശുവിനെ കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. എനിക്ക് യേശു എങ്ങനെയെന്നുള്ളവനെന്ന് നിനക്ക് കാണണം. ഇന്ന് രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെല്ലാം കണ്ടിട്ടുണ്ട് സ്നേഹിതരെ? യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ സക്കായി ശ്രമിച്ചിട്ട് പുരുഷാര നിമിത്തം യേശുവിൻ്റെ അടുക്കൽ കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ അവൻ്റെ അകത്തുള്ള ആവേശം, വല്ലാത്തൊരാവേശം, തീവ്രമായ ഒരു ആവേശം. ആരെ കാണാൻ? എൻ്റെ യേശുവിനെ കാണാൻ, എൻ്റെ യേശുവിനെ എങ്ങനെ ഉള്ളവനെന്ന് അറിയാൻ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹത്തോടെ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് ഓടി. ഇവൻ്റെ അകത്തുള്ള തീവ്രമായ ആഗ്രഹം പുരുഷാരത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നസ്രായൻ അറിഞ്ഞു. ഇന്ന് രാത്രി ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ നിന്റെ ഹൃദയത്തിനകത്തിൻ്റെ പ്രാണപ്രിയനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അവനെ കാണാൻ ദാഹമുണ്ടെങ്കിൽ, അപ്പാ എനിക്ക് ഇന്ന് രാത്രി ഒന്ന് കാണണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഓ അപ്പ എനിക്കിന്നൊന്ന് കാണണം, എൻ്റെ അപ്പനെ ഇന്ന് എനിക്കൊന്ന് കാണണം, എൻ്റെ അപ്പച്ചനെ ഇന്ന് എനിക്കൊന്ന് ആരൊക്കെ പറയും, കർത്താവേ ഇന്ന് എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ ഒന്ന് കാണണം അപ്പാ, എനിക്കൊന്ന് കണ്ടേ തീരൂ. യേശുവേ എന്നെ ഇന്നൊന്ന് തൊടണേ അപ്പാ, എന്നെ ഇന്നൊന്ന് കാണിച്ചു തരണേ അപ്പാ, ഇന്ന് ഞാൻ വന്നതുപോലെയല്ല, ഞാൻ കണ്ടിട്ടേ പോകും അപ്പാ. ഓ സ്തോത്ര. യേശുപ്പൻ്റെ സ്നേഹത്താൽ എന്നെ നിറച്ചേ വിടാവൂ അപ്പാ, ഞാൻ വന്നതുപോലെ അല്ല കർത്താവേ, യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് എനിക്ക് പോകണം, എനിക്കൊന്ന് കാണണം അപ്പാ. സക്കായി കാണാനായിട്ട് കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുമ്പോൾ സ്വർഗത്തിലെ ദൈവം, ഇവൻ ഒളിച്ചായിരുന്നേ, പക്ഷെ എൻ്റെ യേശുപ്പച്ചനുണ്ടല്ലോ, അവൻ്റെ ഹൃദയം അറിഞ്ഞിട്ട് അവൻ ഇരുന്ന സ്ഥലത്ത്, ആ ഇരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായിയേ സക്കായിയേ വേഗം ഇറങ്ങി വാ, സക്കായി വെട്ടതിറങ്ങി വാ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിന്റെ വീട്ടിൽ താമസിക്കാനാ. നിന്റെ ആഗ്രഹം കണ്ട്, നിന്റെ ആവേശം കണ്ട്, നിന്റെ ദാഹം കണ്ട് പാട്ടുകാരൻ പാടിയിടാൻ ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ, ഇന്ന് യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ, യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ, പാടിയിടാൻ ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ, ഇന്ന് യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ, യേശുവിൻ സ്നേഹം പാടാൻ ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാൻ ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ സക്കായി എൻ്റെ അപ്പനെ കാണാൻ വേണ്ടി കാട്ടത്തിയുടെ മുകളിലേക്ക് ഇരിക്കുമ്പോൾ എൻ്റെ പ്രാണപ്രിയൻ ദൂരെ നിന്നറിഞ്ഞു, എന്നെ കാണാൻ തീവ്രമായ ഒരു ആഗ്രഹത്തോടെ ഒരുത്തൻ മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്, എനിക്കിന്ന് അവനെ ഒന്ന് കാണണം.
ആർക്കൊക്കെ ആവേശമുണ്ട് എൻ്റെ യേശുവിനെ കാണാൻ? എന്നാൽ ഇന്ന് തിരിച്ച് ആരാധനയ്ക്കകത്ത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ രാത്രിയെങ്കിലും എൻ്റെ അപ്പനെ കാണാൻ പോകാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഓ, ആരെ കാണാൻ? 10,000 പേർകളിൽ പരമസുന്ദരനായ വാണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ വാണവാളൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. 10,000 പേർകളിൽ പരമസുന്ദരനായുള്ള അതരാ യേശു ക്രിസ്തു. നമ്മൾ കേൾക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പോലെ പരമസുന്ദരൻ ആരുമില്ല. ആ പരമസുന്ദരനാണ് നമ്മളെ വേളി കഴിക്കാൻ പോകുന്നത്. ആരാ നമ്മളെ വിവാഹം കഴിക്കുന്ന ആരാണ്? നമ്മളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാരാ? ഇങ്ങനെ ഊതുമ്പോൾ വന്ന് വീണ് മരിക്കുന്ന ആളാണോ? അല്ല, പിന്നെ ആരാ? മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച, ലോകത്തെ ജയിച്ച, പാപം ചെയ്യാത്ത, ശത്രുക്കൾ അലറുന്ന, ദുർഭൂതം അലറുന്ന, പാതാള ശക്തികളെ വിറപ്പിക്കുന്ന പ്രാണപ്രിയനാണ്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന പ്രാണപ്രിയൻ നമുക്ക് മുദ്രമോദരം ഇട്ട് തന്നിരിക്കുക പരിശുദ്ധാത്മാവിന്റെ. എന്തിനു വേണ്ടി? വേളി കഴിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മെ തന്റെ കാന്തയാക്കി വേളി കഴിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അച്ചാരമായി തന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇന്നലെ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്, വരാറായി. എന്നാൽ ഇത് നോക്കിയേ, ലൂക്കോസ് 17:18 ഒരുത്തൻ വചനം കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റാ തിരിച്ചുപോയി. 19 ഒരുത്തൻ പറയുകയാണ്, ആരൊക്കെ എന്നെ വിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടേ പോകൂ. ഇവന്റെ ഉള്ള പറഞ്ഞിട്ട് നസ്രായനാകുന്ന യേശു ക്രിസ്തു പറയുകയാണ്, അവനെ കണ്ട് അവന്റെ കൂടെ ഞാൻ പോകും. ആർക്കൊക്കെ മനസ്സിലായി? മറ്റവൻ കണ്ടിട്ട് തിരിച്ചു പോയപ്പോ യേശു ഇപ്പം ഇവന്റെ ഹൃദയം കണ്ടിട്ട് പറയാറ്, സക്കായിയുടെ ഹൃദയം കണ്ടിട്ട് പറയുകയാണ്, ആദ്യം വന്നവന്റെ ഹൃദയവും ദൈവം കണ്ടു, രണ്ടാമത്തവന്റെ ഹൃദയവും. സഹോദരങ്ങളെ, പുറന്നല്ല അഭിനയിക്കാൻ ആർക്കാ അറിഞ്ഞൂടത്തെ? മൈക്ക് കൊടുത്ത മോണോ ആക്ട് പറയാൻ പറ്റാത്ത ആർക്കാ? ഹല്ലേലൂയ. തള്ളു പറഞ്ഞ് തള്ളാൻ പറ്റാത്ത ആർക്കാ? ആൾക്കാർ തള്ളിയിടാനല്ല, തള്ളെന്ന് പറയുന്നത് കേട്ടില്ലേ? ഇത് വെറും തള്ളെന്ന് കേട്ടില്ല. ജിജോയ്ക്ക് അറിയാം തള്ളു പറയുന്നത്. സ്വത്രം ആർക്കാ അറിഞ്ഞൂടത്തെ? പക്ഷേ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെത്തി ബുദ്ധിമുട്ടാണ്. അത് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിനറിയാം. ആവേശം, ഓ ആർത്തി, ദാഹം, എൻ്റെ അപ്പനോടുള്ള പ്രേമം, പ്രേമത്തിൻ്റെ ആഴം, അതിൻ്റെ കാഠിന്യം എത്രയെന്ന് മണവാട്ടിയുടെ ഹൃദയത്തിൽ നോക്കുമ്പോൾ അറിയാം. സക്കായിയുടെ ഹൃദയത്തിലെ ആ ആവേശം കണ്ട ദൈവം പറഞ്ഞു, എന്നാൽ ഞാൻ എവൻ്റെ വീട്ടിൽ പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. യേശു നടന്നു വരികയാണ്. സക്കായി ഇരുന്ന കാട്ടത്തിയുടെ ചുവട്ടിലേക്ക് വന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറയും, സക്കായിയേ വേഗം ഇറങ്ങിയ മക്കളെ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നോക്കിക്കേ, സക്കായി ഒന്നും സന്തോഷം അറിയത്തില്ല. മഹാസന്തോഷം, മഹാസന്തോഷമേ, 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 മഹാസന്തോഷമേ. ഹല്ലേലൂയ. മഹാസന്തോഷത്തോടെ മുള്ളുകൾ അവൻ നോക്കിയില്ല, പ്രശ്നം നോക്കിയില്ല, മരമാണ് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. കാട്ടത്തിയുടെ മണ്ടലിൽ ചാടി യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി. അവൻ്റെ മുഖം വളരെ സന്തോഷമായി. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി ഇറങ്ങോ? നമ്മളെങ്കിൽ പറയും, ഇപ്പോൾ വരണ്ട, വന്നാൽ ശരിയാകത്തില്ല, ഞാൻ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല, നീ ഇപ്പം വന്ന ഒരു രക്ഷയില്ല, മരത്തിൽ നിന്ന് ഇറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, നീ ഇപ്പൊ ഒന്നും ഇറങ്ങണ്ടെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ സക്കായി അങ്ങനെയല്ല, ചാടി ചിരിച്ചോടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, കർത്താവേ പോ. അവൻ ഇറങ്ങി. യേശു അവനും കൂടെ നടക്കാൻ തുടങ്ങി. ഒരു കൂട്ടം ജനങ്ങൾ അവനോടൊപ്പം കൊണ്ട് നടക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നങ്ങനെ പോകുമ്പോൾ ഉണ്ട് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? ഹല്ലേലൂയ. നടന്നങ്ങനെ പോകുമ്പോൾ ഉണ്ട്, സ്വത്രം, യേശുവിനോട് ചേർന്ന് നടന്ന സക്കായിയോട് യേശു ഒരു കുറ്റവും പറഞ്ഞില്ല. നീ അങ്ങനെ ചെയ്തില്ലേടാ, നീ ചുങ്കം പിരിച്ചില്ലേടാ, നീ അത് ചെയ്തില്ലേടാ, നീ ഇത് ചെയ്തില്ലേടാ, ഒന്നും ചോദിച്ചില്ല. സ്വത്രം, യേശുവിൻ്റെ കൂടെ, ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടായി. യേശുവിൻ കൂടുള്ള യാത്ര എത്രയാനന്ദമേ. അപ്പനോട് കൂടെയുള്ള യാത്ര ഭയങ്കര ആനന്ദമായിട്ടാണ് തോന്നി. ഈ ആനന്ദത്തിൻ്റെ നടുവിൽ അവൻ്റെ അകത്ത് കിടന്ന സകലമായ പാപങ്ങളും യേശുവിൻ്റെ മുമ്പിൽ തുറന്നവൻ പറഞ്ഞു, അപ്പാ ഞാൻ പാപിയാണ്, ഞാൻ ചുങ്കം ഭരിക്കുന്നവനാണ്, ഞാൻ ഇങ്ങനെയുള്ളവനാണ്. യേശു പറഞ്ഞിട്ടാണോ അവൻ പറഞ്ഞേ? അല്ല. യേശു എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? നീ പാപം ചെയ്യുന്നത് പറഞ്ഞിട്ടാണോ പറഞ്ഞ? അല്ല. പിന്നെയോ, യേശുവിൻ്റെ കൂടെ ഒരുത്തൻ നടക്കാൻ തുടങ്ങിയാൽ അവരുടെ പാപം വേറൊരാൾ പറയണ്ട. അവരുടെ പാപം യേശുവിൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ പാപം വെളിപ്പെടും, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പാപം വെളിപ്പെടും, നമ്മുടെ കുറവുകളെല്ലാം
എല്ലാം ഉണരാൻ തുടങ്ങും. ഇവൻ യേശുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. യേശു കൂടെ നടന്നപ്പോൾ ഇവന്റെ കുറവുകളും പാപങ്ങളെല്ലാം ഇവന്റെ കണ്ണിൽപ്പെട്ടു. അപ്പാ, ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളതല്ല, ഞാൻ മടക്കി കൊടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിനകത്ത് എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൂടെ അങ്ങ് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ 8-ാം വാക്യം, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർ കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ. ശ്രദ്ധിക്കണേ, യേശു അവരും കൂടെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ എത്തിയോ? സക്കായിയുടെ വീടിൻ്റെ അവിടെ എത്ര പേരെത്തി? ഞാൻ അവിടെ എത്തി. നിങ്ങൾക്ക് എത്തിയോ? എവിടെ? സക്കായിയുടെ വീടിൻ്റെ മുറ്റത്ത്. ഹല്ലേലൂയ. ഇപ്പൊ പറഞ്ഞ് യേശുവും സക്കായിയും ഒരു കൂട്ടം ജനം, നിങ്ങൾ വായിക്കും മനസ്സിലാവും 19, ഒരു കൂട്ടം ജനങ്ങൾ കൂടെ നടന്ന് യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഓ, യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ, ആ സാന്നിധ്യത്തിനകത്ത് നടന്നപ്പോൾ, ആ കൃപയ്ക്കകത്ത് നടന്നപ്പോൾ, ആ ശക്തിക്കകത്ത് നടന്നപ്പോൾ അവനെല്ലാം മറന്നു. മറ്റൊന്നും ഒരു ചിന്ത വന്നില്ല. അവന് വന്നതെല്ലാം കർത്താവ്. കർത്താവ് കൂടെ നടന്നപ്പോൾ അവൻ്റെ പാവങ്ങളായിരുന്നു. കൂടെ നടന്ന് യേശു അപ്പച്ചന് സക്കായിയുടെ മുറ്റത്ത് ചവിട്ടി വീട്ടിനകത്ത് കാലെടുത്ത് വയ്ക്കുന്നതും ടക്കനെ പറഞ്ഞു. തൊട്ട് മുമ്പ് കാല് പൊക്കുന്നതിന് മുമ്പ് പറഞ്ഞ, കർത്താവെ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് കർത്താവ് കാല് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ വീടിനെ, ഇത് മനസ്സിലായി? ഇപ്പൊ കാലം എവിടെ എത്തി? ഇപ്പൊ എവിടെ എത്തി? പറഞ്ഞു ഇപ്പൊ എവിടെ എത്തി? യേശു ഇവരെല്ലാം കൂടെ എവിടെ എത്തി? സക്കായിയുടെ വീട്ടിനകത്ത്. അന്ന് മുതൽ, ഓ ഹല്ലേലൂയ, അന്ന് മുതൽ വീട്ടിനകത്ത് എന്ത് വന്നു? സമാധാനം വന്നു, സന്തോഷം വന്നു, സ്വസ്ഥത വന്നു. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഏറ്റ് മേഖലയ്ക്കകത്ത് യേശു കടക്കട്ടെ. ഇവനും അബ്രഹാമിന്റെ ആ വചനം ഒന്ന് വായിക്കാമോ? 19-ാം അധ്യായം 8, 9, 10 ഒന്ന് വായിച്ചേ. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എത്ര മടങ്ങ് മടക്കി കൊടുക്കുന്നു? 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ, ഇവനും ആരാകയാൽ? അബ്രഹാമിന്റെ മകനാകയാൽ. അടുത്തവൻ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇന്ന് ഈ വീടിന് രക്ഷ വരാൻ കാരണം ഇവൻ ആരായോണ്ടാ? അബ്രഹാമിൻ്റെ മകനായോണ്ടാ. ഇവൻ്റെ ജീവിതത്തിനകത്ത് വന്നുപോയ കുറവുകളെല്ലാം ഇവൻ വിട്ടുതിരിഞ്ഞു, കർത്താവിൻ്റെ കൂടെ നടന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സക്കായി കർത്താവിനെ കണ്ടുമുട്ടി, അവൻ കർത്താവിലായി. 18-ാം അധ്യായത്തിൽ ഒരുത്തൻ തിരിച്ചുപോയി. ഈ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആര്? 3 ദിവസം കൊണ്ട് വചനം കേൾക്കുന്നു. ആദ്യം 18-ാം അധ്യായത്തിൽ വന്ന് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് വന്നവൻ കർത്താവ് പറഞ്ഞ വചനം കേട്ടപ്പോൾ അനുസരിക്കാൻ പറ്റാതെ തിരിച്ചുപോയ ആളിൻ്റെ കൂട്ടത്തിലാണോ നമ്മൾ? അതോ സക്കായിയെ പോലെ എൻ്റെ അപ്പനെ ഒന്ന് കണ്ടിട്ടേ, എൻ്റെ അപ്പനെ ഒന്ന്, എൻ്റെ അപ്പനെയും കൊണ്ട്, ഇന്നലെ നമ്മൾ പറഞ്ഞു ഇല്ലേ, മറിയ യേശുവിനെയും കൊണ്ട് പോയുള്ളൂ, എൻ്റെ അപ്പനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? വീട്ടിനകത്ത് പോകുള്ളൂ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരാണോ? അതോ ഇതൊന്നും എനിക്കനുസരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്ന് പറയുന്ന കൂട്ടത്തിലാണോ എന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം സ്നേഹിതരെ. ആഴമായ തിരുവചനത്തിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം വായിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകൾ നമ്മൾ 2 ദിവസവും ആഴമായ തിരുവചനം ധ്യാനിച്ചു. ഇന്നലെ നമ്മൾ ധ്യാനിച്ച വചനം ഇതാണ്. മെനഞ്ഞാന്ന് ആദ്യത്തെ ദിവസം ഇതാകുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാസമയം. നമുക്ക് സമയം കിട്ടുമ്പോൾ തള്ളിക്കളഞ്ഞ് പാഴാക്കി കളയല്ലേ, തിരിച്ചു കിട്ടത്തില്ല. അവസരം തള്ളിക്കളയല്ലേ, സമയം തള്ളിക്കളയല്ലേ. എൻ്റെ അപ്പച്ചൻ തരുന്ന ഓരോ സമയവും വിലയുണ്ട്, സ്വത്രം വില പിടിപ്പുണ്ട് എന്ന് 1-ാമത്തെ ദിവസം നമുക്ക് വചനം ആഴമായി തന്നെങ്കിൽ, 1-ാമത്തെ ദിവസം അവസാനം ശക്തമായും വ്യക്തമായും ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, മൂടാ, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ എന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് താൻ സമ്പന്നനാക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിച്ച് നമ്മളെ പ്രാർത്ഥിപ്പിച്ച് അയച്ചു. 2-ാമത്തെ ദിവസം വരുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതും സ്വർഗത്തിൽ നിന്ന് യേശു തിരിച്ചു വരുന്നതും, തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറി പോകുമോ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് നമ്മൾ കാണുമോ? ആ ഒലിവുമലയിൽ യേശു ഇറങ്ങി വരുമ്പോൾ നമ്മളും കൂടെ കാണുമോ എന്നുള്ള തിരുവചനം ആഴമായി ദൈവം സംസാരിച്ചു. യേശുവിൻ്റെ വരവ് നടക്കാൻ താമസിച്ചാലും ശരി, ഇബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഇനി എത്രയും അല്പകാലം മാത്രം വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഇനി എവിടെ കിടക്കുന്നു? 10-ാം അധ്യായം ഇബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ, 37-ാം വാക്യം വായിക്കുമ്പോൾ, ഇനി എത്രയും അല്പകാലം മാത്രം, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഒന്നുകൂടെ വായിച്ചേ വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. വരുവാനുള്ളവൻ വരും,
താമസിക്കുകയില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരാറായി വരും, അഥവാ വരാൻ താമസിച്ചാലും. വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ഇയ്യോബിൻ്റെ പുസ്തകം 14 എല്ലാവരും വേദപുസ്തകം തുറക്കുകയും വായിക്കുകയും അത് ഗ്രഹിക്കുകയും പ്രാർത്ഥനയോടെ ഇരുന്നിട്ട് പറയണം, അപ്പച്ചാ ഈ 3 ദിവസം ഞാൻ വചനം കേട്ടു, കർത്താവ് ഇന്നത്തെ വചനത്തോടും കൂടെ എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ചലനം സൃഷ്ടിക്കണം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം, തിരിച്ചു പോകുമ്പോൾ ഞാൻ വന്നതുപോലെ അല്ല കർത്താവെ, അന്ത്യം വരെ എൻ്റെ അപ്പനായി ജീവിക്കണം, എന്തൊക്കെ തീച്ചുള വന്നാലും എൻ്റെ അപ്പനിൽ നിന്ന് മാറാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണം. എൻ്റെ കർത്താവെ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ, പരിശുദ്ധന്മാർ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞാനിത് എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വചനം കേൾക്കാൻ. വായിച്ചേ ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 10 വാക്യം. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ യേശുവിൻ്റെ വരവ് താമസിച്ചാലും ജനിച്ചിട്ടുണ്ടോ ഒരു മരണമുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ, അത് എല്ലാവരും അഭിമുഖീകരിച്ചേ തീരൂ. ഈ മരണത്തെ ഒരാളിന് മാത്രമല്ല, 2 ആളിന് മാത്രമല്ല, മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കൊരിക്കലും അത് തള്ളി മാറ്റാൻ പറ്റത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ, ഈ ലോകത്തിലെ ആയിരങ്ങൾ 10,000 കണ്ണടച്ച് പോയി കഴിഞ്ഞു. ഇപ്പോഴും ഇതാ നമ്മളിവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും 10,000കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല വീടുകളും നമ്മുടെ സ്തോത്രം ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നു, ഇതെല്ലാം കാണുമ്പോൾ അടുത്ത് നമ്മളും ഇതേ സ്ഥിതിയിലേക്ക് പോകേണ്ടവരാണ്. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ഇതുപോലൊരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരും. ഇതുപോലൊരു ദിവസം, മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലൊരു ദിവസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു ദിവസം നമ്മൾ മുമ്പിൽ പലതും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊന്നും ഗവനിക്കാറില്ല. അവിടെ പോകും, ഒന്ന് കാണും, ചിലപ്പോൾ കണ്ണ് നിറഞ്ഞാൽ കരയും, തിരിച്ചു വരും. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതുപോലൊരു ദിവസം ഞാനും കിടക്കേണ്ടി വരും, ഇതുപോലൊരു ദിവസം ഞാനും പോകേണ്ടി വരും, ഇതുപോലൊരു ദിവസം ഒരുപക്ഷെ എവിടെയോ ഒരു പെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലൊരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പോകും, ഇതുപോലൊരു ദിവസം സ്തോത്രം ആമേൻ ഈ ഭൂമിയിൽ ജനിച്ചു. ഒരുപക്ഷെ തിരിച്ചു പോകുമ്പോൾ അനേകരെ വേദനിപ്പിച്ചുകൊണ്ട്, ജനിച്ചപ്പോൾ അനേകർക്കൊരു ചിരി സന്തോഷമായി കാണും, പക്ഷെ പോകുമ്പോൾ ആർക്കും ചിരിയല്ല വരുന്നത്, ദുഃഖം അത്രേ വരുന്നത്. ഏത് മനുഷ്യനും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ജനിച്ചിട്ടുണ്ടോ? പോയേ തീരും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു വിധവ ശ്രീപുത്തൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മരിച്ചുപോയ കുട്ടിയെ ജീവിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ശ്രീപുത്തൻ പറഞ്ഞു, നീ എല്ലാ വീടുകളിലും പോകണം, അവിടെ ചെന്ന് മരണമില്ലാത്ത വീടുകളിൽ ചെന്ന് കടുക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കടുക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. മരണമില്ലാത്ത വീടുകളിൽ ചെന്ന്, അപ്പോൾ അത് വിധവയാണ്, വിധവ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞു മരിച്ചു, അപ്പോൾ ആരുമില്ല. അപ്പോൾ വിധവ എല്ലാ വീടുകളിലും ഉണ്ടാവും. ആരും മരിച്ചു പോകാത്ത വീട്ടിൽ നിന്ന് കുറച്ച് കടുക് മണി വാങ്ങിക്കൊണ്ട് വന്നാൽ കുട്ടിയെ ജീവിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞിനെ ജീവിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി വന്ന് പറഞ്ഞു, എനിക്ക് ജീവിപ്പിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ പറഞ്ഞു, ആരും മരിക്കാത്ത വീട്ടിൽ ചെന്ന് കുറച്ച് കടുക് മണി വാങ്ങിക്കൊണ്ട് വന്നാൽ കുട്ടിയെ ജീവിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. സ്ത്രീ വളരെ ഭയങ്കര സന്തോഷമായി, പ്രത്യാശയോടെ നടന്നു, എല്ലാ വീടുകളിലും പോയി. മരിക്കാത്ത വീട്ടിൽ ചെന്ന് കടുക് വാങ്ങിയാൽ എല്ലാ വീട്ടിലും പോയപ്പോൾ പറഞ്ഞു, ഇന്നാള് ഈ വീട്ടിൽ മരിച്ചിട്ടുണ്ട്. നിരാശയോടെ തിരിച്ചു വന്നു. അപ്പം മനസ്സിലായി, മരണമില്ലാത്ത വീട് ഇല്ല. മരണമില്ലാത്ത വീടുണ്ടോ? ഇല്ല. ഈ ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്തോത്രം, ഏത് വ്യക്തിക്കും, സമ്പന്നനും ദരിദ്രനും മരണമുണ്ട്. ഏത് പള്ളി പോകുന്നവനുമുണ്ട് മരണം, പള്ളി പോകാത്ത ആളിന് മരണമുണ്ട്. സ്തോത്രം. ഈ ലോകത്തിൽ ആര് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്. ജനിക്കാത്തവന് മരണമില്ല, ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്. ഹൈന്ദവനും മരണമുണ്ട്, മുസ്ലിമിനും മരണമുണ്ട്, CSIക്കാർക്ക് മരണമുണ്ട്, ആർസിക്കാർക്ക് മരണമുണ്ട്, പെന്തക്കോസുകാർക്ക് മരണമുണ്ട്. ഏത് ജാതി മതസ്ഥനും ഏത് വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളിനും മരണം നിശ്ചയമാണ്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തി പോയ മരണമില്ലേ? ഉണ്ട്. അവിടെയും സ്തോത്രം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്നത് സകലരുടെയും അടുക്കൽ വരുന്നത് മരണമാണ്. അത് ഒരു ദിവസം നമ്മുടെ അടുക്കലും വരും. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുകോ, പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുകോ.
ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഹല്ലേലൂയ. ഏക മനുഷ്യനാൽ മരണവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ, ആദമിലൂടെ പാപം വന്നു, ലോകത്തിൽ മരണമില്ലാത്ത ലോകത്തിൽ മരണമുണ്ടായി. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, ജനിച്ച സകല മക്കൾക്കും, എത്ര വലിയവനായിരുന്നാലും എത്ര ചെറിയവനായിരുന്നാലും എത്ര അയ്യറ്റത്തിരിക്കുന്ന ആളായാലും എത്ര താഴെ കിടക്കുന്ന ആളായിരുന്നാലും പള്ളി പോകുന്ന ആളായിരുന്നാലും പള്ളി പോകാത്ത ആളായിരുന്നാലും ജനിച്ചിട്ടുണ്ടോ, ഒരു ദിവസം ഇവിടം വിട്ട് പോയേ തീരൂ. ജനിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കും, പക്ഷെ തിരിച്ചു പോകുമ്പോൾ സന്തോഷിക്കത്തില്ല. എല്ലാവരും ദുഃഖത്തോടെ യാത്രയായിരിക്കും. സ്തോത്രം. എല്ലാവരും ദുഃഖത്തോടെ. ജനനം കൊണ്ട് ആരംഭമുണ്ടെങ്കിലും മരണം കൊണ്ട് അവസാനമില്ലാത്തവനാണ് മനുഷ്യൻ. കരഞ്ഞുകൊണ്ട് ജനിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെങ്കിലും എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് പറക്കുന്നതാണ് മരണം. മരണം ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്. മരണം ആരുടെയും മുഖം നോക്കത്തില്ല. മരണം ആരുടെയും പ്രായം പരിഗണിക്കുന്നില്ല. ഏത് പ്രായത്തിൽ വിളിച്ചാലും പോയേ തീരൂ. പണ്ടൊക്കെ ആണെങ്കിൽ പ്രായം നോക്കുമല്ലേ, ഇന്നങ്ങനെ അല്ല സ്നേഹിതരെ. നിങ്ങൾ എല്ലായിടത്തും തിരിച്ചറിയുന്നില്ലേ, പ്രായം നോക്കിയല്ല മരണം വരുന്നത്. ഏത് സ്ഥലത്ത് കയറി ചെല്ലാനും ധൈര്യം കാണിച്ച് പോയാലും ശരി, മരണം വരുമ്പോൾ പിടിച്ചിറക്കിയിരിക്കും, ആളിനെ കൊണ്ടുപോയിരിക്കും. മരണത്തിന് ആരെയും ഭയമില്ല. മരണം ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്തുന്നു. മരണം ബന്ധുക്കളെയും സ്നേഹിതരെയും എന്നേക്കുമായി അകറ്റിക്കളയുന്നു. മരണം അനേകരുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ പറ്റാതെ വണ്ണം കൊഴിഞ്ഞു പോകുന്നു. മരണം അനേകരെ അനാഥരാക്കുന്നു. വിജയത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ടക്കനെ പൊടുന്നവേ ഈ ഭൂമി വിട്ടു പോകുന്നു. വേദപുസ്തകത്തിൽ യോബ് ചോദിക്കുന്നു, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ. അനേകർ പറയാറുണ്ട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയി മാറും എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു മരണമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവന് മരണമുണ്ട്, ആരാധിക്കാത്തവന് മരണമുണ്ട്. ഏത് ജാതി വർഗ വർണ്ണ വ്യത്യാസം, ആര് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, പെന്തക്കോസ് ആകട്ടെ, ഏത് ഡിനോമിനേഷൻ ആകട്ടെ, ഏത് സഭാ വ്യത്യാസമില്ലാതെ, ഏത് വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കകത്ത് വരുന്ന ഒന്നാണ് ഈ മരണം. എന്നാൽ ഈ മരണത്തിന് ശേഷം ഇവിടം കൊണ്ട് തീരുന്നില്ല, അതിനുശേഷം ഒരു ജീവിതമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിനെ കുറിച്ച് പറയുമ്പോൾ ആ പൈതലിൻ്റെ മരണം, ഹല്ലേലൂയ, കർത്താവ് സങ്കീർത്തനം 116 വാക്യം 15 വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തന പുസ്തകം 116 അധ്യായം അതിന്റെ 15 വാക്യം വായിച്ചേ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. യഹോവയ്ക്ക് ആരുടെ മരണം? ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്തോത്രം. ആമേൻ. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്നു, ജീവിക്കുന്നു. ഒരു ദിവസം നമ്മളെ വിളിക്കുന്നു. നമ്മൾ സ്തോത്രം സന്തോഷത്തോടും ആനന്ദത്തോടും നടന്നവരായിരിക്കും. ഒരുപക്ഷെ ടക്കനെ ഇവിടെ കണ്ണടയ്ക്കുന്നു. എന്തായെന്ന് എനിക്ക് അറിയത്തില്ല. അനേകർ നിലവിളിക്കുന്നു, കരയുന്നു. സ്തോത്രം. അനേകർ പോയി എന്ന് വിളിക്കുന്നു. പക്ഷെ അനേകർക്കും അറിയത്തില്ല എവിടെ പോയി എന്നറിയത്തില്ല. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലിനെ അറിയാം, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലം എൻ്റെ യേശു ഒരുക്കിയ സ്ഥലമാണെന്നും ആ സ്ഥലത്തേക്കാണ് ആ പൈതൽ പോകുന്നതെന്നും ഉള്ള ഉറപ്പുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ സത്യദൈവത്തെ ആരാധിക്കാത്തവർക്ക് ഈ ഉറപ്പില്ല. ദൈവത്തെ ആരാധിക്കുന്നവനും ആരാധിക്കാത്തവൻ തമ്മിലുള്ള അന്തരം എന്തെന്നറിയണ്ടേ സ്നേഹിതരെ? ദൈവത്തെ ആരാധിക്കുന്നതിന് ഉറപ്പുണ്ട്. ഞാൻ ഇവിടെ കണ്ണടച്ചാലും ശരി, എന്നായിരുന്നാലും കണ്ണടച്ചേ തീരൂ. എന്നാൽ കണ്ണടക്കുന്ന മാത്രയിൽ എൻ്റെ പ്രാണപ്രിയന്റെ അടുത്ത് ഞാൻ കണ്ണ് തുറന്നിരിക്കും എന്നൊരു ഉറപ്പുണ്ട്. മാത്രമല്ല, ദൈവം പറയും തൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ആവർത്തന പുസ്തകം അവസാന അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് മോശ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. മോശ ദൈവത്തോട് പറ്റി നടന്നവനായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞവനായിരുന്നു. കർത്താവില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്നേഹത്തിനകത്ത് കിടന്നവനാണ് മോശ ദൈവത്തോട് കൂടെ നടന്നു. ദൈവകൃപയിൽ ജ്വലിച്ച് ജീവിച്ചു. അയാൾ മരിക്കാറായപ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, മോശേ, നീ ഇന്ന സ്ഥലത്ത് വരേണം, നീ ഇവിടെ കയറി കിടക്കണം. ഹല്ലേലൂയ. ആമേൻ. മരണം വിളിച്ചു പറഞ്ഞു. മോശ ചെയ്യേണ്ട ഡ്യൂട്ടിയിൽ പേടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. മോശ ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാം ചെയ്തു. തൻ്റെ വസ്ത്രം ഊരി കൊടുക്കാൻ പറഞ്ഞതുപോലെ ഊരി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കയറി കിടന്നു, കണ്ണടച്ചു. ഭക്തന്റെ മരണം യഹോവയ്ക്ക്, ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. പഴയ നിയമത്തിൽ മോശയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു തെളിവ് കൂടി തരാം. സ്തേഫാനോസ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, കർത്താവിന്റെ വചനം പ്രസ്താവിച്ചു. സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുണ്ട്. സ്തേഫാനോസ് 6 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, 6, 7, 8 അധ്യായം വായിക്കുമ്പോൾ
അതിനകത്തുണ്ട് സ്റ്റേഫാനോസ്. ആ ദൈവ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞു, കല്ലേറും ഉപദ്രവവും നിന്നയും ദൂഷിയൊക്കെ അപ്പോസ്തലന് കിട്ടി. ആമേൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കല്ലെറിയും തോറും മുഖം ശക്തിയോടെ പ്രകാശിച്ചു. ആമേൻ. കല്ലെറിയും തോറും അടിയും ഇടിയും കിട്ടും തോറും സ്റ്റേഫാനോസിന്റെ മുഖം ദൂതന്റെ മുഖം പോലെ, ദൂതന്റെ മുഖം പോലെ തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്വർഗം നോക്കി സ്റ്റേഫാനോസ് സ്വർഗത്തിലെത്താൻ സമയമായെന്ന് എൻ്റെ ദൈവം കണ്ടപ്പോൾ സ്വർഗം തുറന്നു, ദൂതന്മാർ ഇറങ്ങി നിന്നു. രാജാതി രാജാവിൻ നിൽക്കുന്നത് കണ്ടു, തൊട്ടടുത്ത് യേശു നിൽക്കുന്നത് കണ്ടു. സ്റ്റേഫാനോസ് നോക്കുമ്പോൾ ഇതാ ജനം കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കല്ലെറിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ഭക്തനാകുന്ന സ്റ്റേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി അവിടെ കിടന്ന് വിളിച്ചു പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഓ പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. എന്തിനു വേണ്ടിയാ സ്വർഗം തുറന്നേ? തന്റെ ഭക്തനെ കൊണ്ടുപോകാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിതരെ, ഈ ഭൂമിയിൽ എല്ലാവരും ഈ ഭൂമിയിൽ കണ്ണടയ്ക്കും, പക്ഷെ തന്റെ ഭക്തനൊരു പ്രത്യാശയുണ്ട്. ഇന്ന് വിളിച്ചാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്ത് കയറി ചെല്ലും. ഈ ലോകത്തിൽ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. പാട്ടുകാരൻ പാടി, ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിൻകായി. ഏകുന്നു സമസ്തവും ഞാൻ കരങ്ങടിച്ച് ഏകാനാഥനെ നിനക്കായി. തൊടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിയിടാം ജയ ഗീതമേ ഞാൻ പാടുകളേറ്റവനാ. പാടിയിടാം ജയ ഗീതം പഠിക്കേ പാടുകളേറ്റവനാ. ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ആരൊക്കെ പാടും? ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിയിടാൻ ജയ ഗീതമേ ഞാൻ പാടുകളേറ്റവനാ. പാടിയിടാൻ ജയ ഗീതമേ ഞാൻ പാടുകളേറ്റവനാ. സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒരുപക്ഷെ ചിരിച്ചാണ്. സാരമില്ല, അവർ ചിരിക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൂതനെ പോലെ. കാരണം എന്താ? അവൻ കണ്ടതിൻ്റെ പ്രിയനെയാണ്. അവൻ കണ്ടത് ആ ദൂതൻ. അവൻ കണ്ടത് വേറെ ആരെയുമല്ല, സ്വർഗത്തെയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതാണ്. പിതാവിൻ്റെ വലതു ഭാഗത്ത് പുത്രനാകുന്ന യേശു നിൽക്കുന്നതാണ് സ്റ്റേഫാനോസിന്റെ കണ്ണിൽ പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, തൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതത്രേ. സങ്കീർത്തനം 116:15 പറയുന്നു, തൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സങ്കീർത്തനം 39:4-5-6 വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 4-5-6 വാക്യം വായിച്ചിട്ട് 11 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. യഹോവേ, യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തത് പോലെ ഇരിക്കുന്നു. അടുത്ത ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും, എത്ര മിടുക്കനായാലും, എത്ര മിടുക്കിയായാലും, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും, ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞാലും, എൻ്റെ ദൈവം പറയുന്നു. ഒന്നുകൂടെ ഇപ്പം വായിച്ച വരി. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തത് പോലെ ഇരിക്കുന്നു. അടുത്ത് ഏത് മനുഷ്യനും എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വലിയവനും, ഏത് ചെറിയവനും, ഏത് സാധുവും, ഏത് ദരിദ്രനും, ഏത് സമ്പന്നനും, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. നിങ്ങൾക്ക് മനസ്സിലായി? ഈ ശ്വാസം പോയാൽ പേര് പറയുമോ? പേര് പോലും പറയത്തില്ല. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. ഈ ശ്വാസം മാത്രം മതി, ആള് പോയി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ വിടുന്നത് ഒന്നും അകത്ത് കയറിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി?
എന്തായിരിക്കും സ്ഥിതി? ചിരിച്ച കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, ആ വ്യക്തിയുടെ മുൻപിൽ അടുത്ത് കരച്ചിലിൻ്റെ നിമിഷം, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ വരി. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ശ്വാസം മാത്രമേ. അടുത്ത് വീണ്ടും വായിക്കുമ്പോൾ 6-ാം വാക്യം, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. മനുഷ്യരൊക്കെ എങ്ങനെ നടക്കുന്നത്? നമ്മൾ ഭയങ്കര മിടുക്കിമാരായി നടക്കുന്നു. പക്ഷെ കർത്താവിന്റെ ഭാഷയിൽ പറയുന്നു ഒരു നിഴലാ പോകുന്നു. എന്താണ് പോകുന്നത്? ആളെന്നല്ല, പിന്നെ എന്തോന്നാ? നിഴൽ. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ബാക്കിൽ പോകുന്ന നിഴല്, കർത്താവ് നമ്മളെ നോക്കിയിട്ട് ദാ ഒരു നിഴൽ പോകുന്നു. ഇങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷെ വേദപുസ്തകം പറയുന്നു നിഴൽ. എത്ര ആരോഗ്യമുള്ള വ്യക്തിയെയും ദൈവം വിളിക്കുന്ന നിഴൽ എന്നാണ്. ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നമ്മളൊക്കെ ആരാ? ഒരു നിഴൽ പോലെ അത്രേ ഉള്ളൂ. വായിച്ചേ. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. ആരനുഭവിക്കുമെന്ന് അറിയത്തില്ല. വീണ്ടും 10-ാം വാക്യം വായിക്കുമ്പോൾ, 11-ാം വാക്യം വായിക്കുമ്പോൾ, അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങൾ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ, അനേകർ സൗന്ദര്യത്തിൽ മതിമറന്ന് ദൈവത്തിന് വിരുദ്ധമായിട്ട് അവൻ ചെയ്യാറുണ്ട്. സൗന്ദര്യം മതിമറന്നു. ഹല്ലേലൂയ. കർത്താവ് എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാ വരി. നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. അടുത്ത വരി. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. വേറും ഒരു ശ്വാസമാണ്. സഭാപതിയും പ്രസംഗി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അനേകർ പറയും ഈ ഭൂമിയിൽ ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? അനേകർ പറയും പക്ഷികളായി, മൃഗങ്ങളായി, മറ്റും പലതുമൊക്കെ ആയി മാറും, ഈ ഭൂമിയിൽ തന്നെ കറങ്ങി ചുറ്റിയൊക്കെ നടക്കും എന്ന് പറയും. എന്നാൽ ഇല്ല, അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. സഭാപ്രസംഗി പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, 12-ാം അധ്യായം 7-ാം വാക്യം. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ, അപ്പൊ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് ഈ ഭൂമിയിൽ ഒരു വ്യക്തി കണ്ണടയ്ക്കുമ്പോൾ, പൊടിയാണ് ശരീരം. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മണ്ണ് കൊണ്ടുണ്ടാക്കി, അല്ലേ? സ്തോത്രം. മണ്ണിലേക്ക് മടങ്ങിച്ചേരും. ഈ പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമ്പോൾ ആത്മാവോ അതിനയച്ചവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. അതിനയച്ച, ഒന്നുകൂടെ വായിച്ചേ. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായം 90-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ. അവിടെ പറയുന്നു ഏറിയാൽ 70 അല്ലെങ്കിൽ 80. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 2, 3, 4 വാക്യം വായിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് 120 നല്ല എഴുതിയിരിക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് 120 ഇല്ല, ഇന്ന് 80 ഇല്ല. ദൈവം വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയേ തീരൂ. വേദപുസ്തകം ചോദിക്കുന്നു, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഒരു ദൈവത്തിൻ്റെ മകൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകൻ ഇവിടെ കണ്ണുകൾ അടച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. അവരെ സ്വീകരിപ്പാൻ ദൂതന്മാർ ഇറങ്ങി വരും. ആരാ വരിക? ദൂതന്മാർ ഇറങ്ങി വരും. അവർക്ക് പേടിക്കാൻ ഒന്നുമില്ല. സ്വർഗം തുറന്നിരിക്കും. ദൂതന്മാർ ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ച് നേരെ എവിടെ കൊണ്ടുപോകും? എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. ആരടുത്ത് കൊണ്ടുപോകും? യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഭക്തന് മരണമുണ്ട്, ഭാവിക്കും മരണമുണ്ട്, ഒരു ദൈവത്തിൻ്റെ മകനും മരണമുണ്ട്, ദൈവത്തിൻ്റെ മകനല്ലാത്ത ആളിനും മരണമുണ്ട്, ഒരു പാപിക്കും മരണമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിനൊരു പ്രത്യാശയുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും മരിക്കുമ്പോൾ ഞാനും മരിക്കും. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഇവിടം വിട്ടു പോകുമ്പോൾ ഏക സത്യ ദൈവമാകുന്ന യേശുവിനെ ഞാൻ വിശ്വസിച്ചത് കൊണ്ടും യേശുവിൻ്റെ ക്രൂശിലേക്ക് ഞാൻ നോക്കിയത് കൊണ്ടും ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ടും സത്യത്തിലും ആത്മാവിലും ആരാധിച്ചത് കൊണ്ടും വചനപ്രകാരം എൻ്റെ കർത്താവിനെ നടത്തിയത് കൊണ്ട് ക്രിസ്തു എന്നിൽ നിറഞ്ഞത് കൊണ്ട് ഞാൻ പോകുന്നതിൻ്റെ യേശുവിൻ്റെ അടുത്ത് തന്നെ എന്ന് ഉറപ്പുണ്ട്. മാത്രമല്ല ആ ഉറപ്പിൻ പ്രകാരം പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ പാപിക്ക് ഒരു മരണമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം
അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 19 മുതൽ അങ്ങോട്ട് 31 വരെ വായിക്കുമ്പോൾ അവിടെ രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വായിക്കാമോ? വേഗത്തിൽ വായിച്ചാട്ടെ. ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയേ? തൊട്ടടുക്കൽ ദൂതന്മാർ നിൽക്കുകയായിരുന്നു അല്ലേ. മരിക്കും മുൻപ് വീടില്ല, പിന്നെ കയറി കിടക്കാൻ മറ്റൊരു സ്ഥലമില്ല, പിന്നെ ആഹാരമില്ല, ജീവിക്കാൻ ഒന്നുമില്ല. ശരീരം ആസകലം പുണ്ണു വന്ന് നിറഞ്ഞ് ജീർണിച്ച ഒരവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോഴും ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്ന് ഭക്ഷിക്കുവാൻ ഈ മനുഷ്യൻ ശ്രമിച്ചതാണ്. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് ആര്? ഈ മനുഷ്യൻ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്ന് ഭക്ഷിച്ച് ജീവിച്ച ഒരാളാണ് ആര്? ഈ ലാസർ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ലാസറിന് ഭക്ഷണം ഇല്ലായിരുന്നപ്പോൾ എച്ചിലെങ്കിലും കൊടുത്തത് എവിടുന്ന? എന്തെങ്കിലും കിട്ടിയത് എവിടുന്ന? ധനവാന്റെ വീട്ടിൽ നിന്ന്. ഇന്ന് അനേകർ പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പോകാം. നല്ല കാര്യം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? 500 പേർക്ക് വീട് വെച്ച് കൊടുത്താൽ സ്വർഗത്തിൽ പോകുമോ? 10,000 പേർക്ക് ഭക്ഷണ സാധനം കൊടുത്താൽ സ്വർഗത്തിൽ പോകുമോ? 250 വിവാഹം നടത്തി കൊടുത്ത സ്വർഗത്തിൽ പോകുമോ? നമുക്കുള്ളതെല്ലാം വിറ്റ് സാധുക്കൾക്ക് കൊടുത്ത സ്വർഗത്തിൽ പോകുമോ? ഇല്ല സ്നേഹിതേ, പ്രവൃത്തിയിലൂടെ അല്ല സ്വർഗത്തിൽ പോകുന്നത്. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചില്ലെങ്കിൽ, യേശു നമ്മുടെ അകത്ത് വന്നില്ലെങ്കിൽ, യേശുവിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തികളല്ല കറ പുരണ്ട തുണി പോലെ എന്ന് യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വചനം. അനേകർ പറയാറുണ്ട്, ഓ ഞങ്ങൾ സ്വർഗത്തിൽ പോകും, ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാധുക്കളെ സഹായിക്കുന്നുണ്ട്, അവരെ ഇവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അവിടെ ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കേണ്ടതാണോ? കൊടുക്കാതിരിക്കൽ കൊടുക്കണം. അതല്ല, അത് സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം അതല്ല. സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു വഴി ദാനധർമ്മമല്ല, യേശു ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ഒരുത്തനും സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിലൂടെ അല്ലാതെ ഒരുത്തനും സ്വർഗത്തിലെത്താൻ കഴിയത്തില്ല. ദാനധർമ്മങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് സഹായിക്കണം, നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ നീ നല്ല കാര്യം ചെയ്തു എന്ന് കരുതി ഒരുപാട് നല്ല കാര്യം ചെയ്ത ആളായിരിക്കാം താങ്കൾ, നല്ലതാ. പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഇത് മാത്രം ചെയ്താൽ പോരാ. യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചില്ല എങ്കിൽ താങ്കൾ ഇവിടെ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ നിത്യ ദണ്ഡനത്തിനായി പോയി വീഴുമെന്ന് ഇന്ന് രാത്രി ചിന്തിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ യെശയ്യാവിൽ പറയുന്നു 64-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. അടുത്ത് ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. യെശയ്യാവ് പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം എങ്ങനെ? കറ പുരണ്ട തുണി പോലെ സ്വർഗത്തിലെത്തിക്കുന്നല്ല. ഇവിടെ എന്ത് നീതി പ്രവർത്തി ചെയ്താലും നല്ലതാണ് സ്നേഹിതരെ. ലോകത്തിൽ പേര് കിട്ടും, ദേശത്തിൽ പേര് കിട്ടും. സ്വർഗത്തിൽ പേര് വരണമെങ്കിൽ, യേശുവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേര് വരണമെങ്കിൽ ഇവിടെ ചെയ്യുന്ന നീതി പ്രവർത്തി കൊണ്ടല്ല പേര് വരുന്നത്. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശുവിന്റെ മകനായി മകളായി മാറുമ്പോഴാണ് പേര് ജീവന്റെ പുസ്തകത്തിൽ വരുന്നത്. അല്ലാതെ ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് നല്ലതാണ്, ഓ സാധുക്കളെ സഹായി നല്ലതാണ്, ഭക്ഷണം കൊടുക്കുക നല്ലതാണ്, 10 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലതാണ്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്താൽ നല്ലതാണ്. പക്ഷെ സ്വർഗത്തിൽ പോകേണ്ട മാനദണ്ഡം ഇതല്ല. അല്ല. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് ഒരു പൈസയും മുടക്കില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഏക സത്യ ദൈവമേ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പോകാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, നേരത്തെ വായിച്ച വാക്യം വായിച്ചേ, ലൂക്കോസ് സുവിശേഷം 16 അടുത്ത വാക്യം വായിച്ചേ. ധനവാനും മരിച്ചടക്കപ്പെട്ടു. അപ്പോൾ ലാസർ മരിച്ചു. മരിച്ചപ്പോൾ ദൂതന്മാർ കടന്നു വന്നു. ലാസറിനെ പതുക്കെ കൊണ്ട് എവിടെ പോയി? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. എന്നാൽ ധനവാന് മരിച്ചു. ഒരുപാട് സഹായിച്ചു. വേറെ ആരും ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, വേറെ ആരും സഹായിക്കാൻ ലാസറിന് ഇല്ലായിരുന്നപ്പോൾ, എല്ലാവരും ഒരുപക്ഷെ ദുർഗന്ധ നിമിത്തം വാതിൽ അടച്ച് പൂട്ടിയിരിക്കുക. പക്ഷേ അപ്പോഴും വാതിൽ തുറന്നു കൊടുത്ത് എച്ചിൽ കഷണങ്ങളെങ്കിലും ഭക്ഷിപ്പാൻ കൊടുത്തത് ധനവാനായിരുന്നു. പക്ഷേ ഇയാൾ ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്തു കാണും. അബ്രഹാമിനെ അറിയാമായിരുന്നു. അബ്രഹാം പിതാവിനോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പള്ളി പോകുന്ന ആളായിരിക്കാം. അബ്രഹാമിനെ അറിയാമായിരുന്നു. അല്ലെങ്കിൽ അബ്രഹാം പിതാവിനെ കണ്ട ഉടനെ വിളിച്ചില്ലേ, അബ്രഹാം പിതാവേ എന്ന് വിളിച്ചില്ലേ? അബ്രഹാം പിതാവിനെ പരിചയമുണ്ട്. പക്ഷേ യേശുപ്പ ഉള്ളിൽ വന്നിട്ടില്ല. യേശുപ്പ വന്നിട്ടില്ല. അനേകർ പള്ളി പോകുന്നുണ്ട്. പാസ്റ്റർ പരിചയമുണ്ട്. അവിടെയുള്ള വിശ്വാസികളെ പരിചയമുണ്ട്. ഓ വചനം പരിചയമുണ്ട്. അതിനകത്തുള്ള യേശുവിനെ പരിചയമില്ല. ഓ ഹല്ലേലൂയ. പാട്ടറിയാം, പ്രാർത്ഥന അറിയാം, ആരാധന അറിയാം. അയ്യോ യേശുവിനെ പരിചയമില്ല. ഇന്ന് രാത്രി യേശുവിനെ പരിചയമുണ്ടോ? യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ മറ്റാരെയും കണ്ടുമുട്ടിയില്ലെങ്കിലും 4 വിരൽ നീളമുള്ള ആയുസ്സിൽ നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള, നിത്യതയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇവിടം വിട്ട് കണ്ണടയ്ക്കുമ്പോൾ എവിടെ പോയി കണ്ണ് തുറക്കും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലാസർ മരിച്ചു കേട്ടോ. ഹല്ലേലൂയ. ധനവാന് മരിച്ചു. ലാസർ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ ദൂതന്മാർ ഇറങ്ങി. ലാസറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ലാസറേ, ലാസറേ, ആമേൻ സ്തോത്രം. ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, നീ എന്താ നീ എങ്ങനെ സ്വർഗത്തിൽ പോയേ? അവൻ പറയും, പുഴുക്കളന്റെ വ്രണം തുരന്നാലും, ഓ കൃമികളെ നിങ്ങളെന്നെ തകർത്താലും ശരി, നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത ഒരു കർത്താവ് എൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റാത്ത പട്ടികളെ നിങ്ങളുടെ ശരീരത്തിലെ വ്രണം കാർന്ന് തിന്നാലും, ഹല്ലേലൂയ, ലോകമേ നിങ്ങൾ സകല വാതിലും ഗേറ്റും കൊട്ടി അടച്ചാലും എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ലാസറിന് പറയാനൊന്നുണ്ട്. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ പ്രാണപ്രിയ എനിക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ നന്മയും തന്നിട്ടില്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, അരിമനാഥനകത്തുണ്ടോ? യേശു അകത്തുണ്ടോ? ഇല്ല എങ്കിൽ നേരത്തെ കേട്ടില്ലേ, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ഇവിടെ ആരും അനുഭവിക്കാനും പറ്റത്തില്ല, കൊണ്ടുപോകാനും പറ്റത്തില്ല. യേശു ഇല്ലാതായാൽ എന്താണ് സ്ഥിതി? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ മനുഷ്യന് മരിച്ചു. അടുത്തവർ വായിച്ചേ. ധനവാന് മരിച്ചടക്കപ്പെട്ടു. ധനവാന് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കും. ഒരിക്കൽ ഒരു പെന്തക്കോസ് ആരാധനയ്ക്കകത്ത് ഒരു വ്യക്തി കടന്നു വന്നു. പെന്തക്കോസ് ഒരു സാക്ഷ്യം കേട്ടതാണ്. പെന്തക്കോസ് ആരാധനയ്ക്കകത്ത് ഒരു വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ രോഗം, മാരകമായ ഒരു ബുദ്ധിമുട്ട് അവരുടെ ശരീരത്തിൽ വന്നു. ജനം പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ് ആരാധനയ്ക്ക് പോയാൽ നിങ്ങളുടെ ആ രോഗം മാറും എന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു കൊടുത്തു. അവർ ആദ്യമായിട്ട് പെന്തക്കോസ് ആരാധനയ്ക്കകത്ത് പോയി. അന്ന് അവിടെ ദൈവമനുഷ്യൻ ശക്തമായിട്ട് വചനം പ്രസംഗിച്ചു. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വത്ര ആരാധന കഴിഞ്ഞു, വചനമെല്ലാം കഴിഞ്ഞു, ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആദ്യമായിട്ട് വന്ന ആ വ്യക്തി പാസ്റ്ററിൻ്റെ അടുക്കലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ പാസ്റ്റർ മനസ്സിൽ വിചാരിച്ചു, സ്വത്ര രോഗം മാറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്റ്റർ സംസാരിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ, എനിക്ക് ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ യേശുവിൻ്റെ അടുത്ത് പോകത്തില്ലായിരുന്നു. അപ്പോൾ പാസ്റ്റർ തിരിച്ചു പറഞ്ഞ കാര്യം കേൾക്കണോ? നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിനെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒറ്റ വിഷയം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ രോഗം വന്നതായിരിക്കും. എന്താ കാര്യം? നരകത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് പോകാൻ കാരണം എന്തായി? രോഗം വന്നുകൊണ്ടല്ലേ പെന്തക്കോസിനകത്ത് കയറിയെന്ന് സത്യം തിരിച്ചറിഞ്ഞതും. സത്യം നിങ്ങൾ അറിയുകയും. യോഹന്നാൻ 8:32 വാക്യം വായിച്ച്, യോഹന്ന സുവിശേഷം 8:32. ആ സിസ്റ്റർ പറഞ്ഞു, ഞാൻ സത്യം അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴല്ലേ, ഒറ്റ ആരാധനയ്ക്ക് ഞാൻ സത്യം അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴല്ലേ. അയ്യോ പാസ്റ്ററെ, എൻ്റെ രോഗം മാറാനല്ല പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് എൻ്റെ ഈ വചനത്തിന് ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ വെളിപ്പെടാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. നോക്കിക്കേ, എൻ്റെ പാസ്റ്റർ പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ഇപ്രകാരം പറയും, എനിക്ക് ഇങ്ങനെ മാരകമായ രോഗം തന്നതിന് സ്തോത്രം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങേ കണ്ടുമുട്ടുകയില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. സ്നേഹിതരെ, അത്ര ഭയാനകമാണ് ഈ ലോകത്തിലെ പാപം നിമിത്തമുള്ള നിത്യ നരകം ഭയാനകമാണ്. ധനവാൻ മരിച്ചു. എന്താ സംഭവിച്ച? അടുത്ത വാക്യം വായിച്ചേ. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. നല്ല കാര്യം ചെയ്തു. വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, ബംഗ്ലാവ് ഉണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അടുത്ത വരി, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാം പിതാവിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. നോക്കേ,
ധനവാൻ എവിടെ പോയി? ഇവിടെ കണ്ണടച്ചു. നേരെ കണ്ണ് തുറന്നത് യേസിക്കകത്തല്ല, നേരെ കണ്ണ് തുറന്നത് ഒരു ധനാഢ്യന്റെ വീട്ടിലല്ല. ഒരിക്കലും മനുഷ്യൻ പ്രതീക്ഷിച്ചില്ല, അന്ന് കണ്ണടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയാൾ ഒരുപക്ഷെ വിചാരിച്ചു കാണും, ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ, ആ ലാസറിനെ ആരും കയറ്റിയില്ല, ഞാൻ കയറ്റിയല്ലോ, അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ഇവിടെ പേരുണ്ട്, എനിക്ക് പ്രശസ്തിയുണ്ട്, അതുപോലെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ പേര് കാണും എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷെ കണ്ണടച്ച് കണ്ണു തുറന്നപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത, താൻ ചിന്തിക്കാത്ത ഇവിടെ ഒരു മനുഷ്യൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അയ്യോ ഭയാനകമായ സ്വത്ര യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ വേദ പുസ്തകത്തിൽ പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 9, 10, 11 വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടാത്തൊരു വ്യക്തി ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നേരെ കണ്ണ് തുറക്കുന്നു. ഇവിടെ ഒരു കർത്താവിനെ കണ്ടുമുട്ടിയ വ്യക്തി ഇവിടെ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ ഇവിടെ കണ്ണടക്കുന്ന അതേ സ്പോട്ട് ടൈമിൽ ആ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറക്കും. യേശുവിന്റെ മകനാണ് മകളാണെങ്കിൽ ഞാൻ സത്യത്തിൽ പറയാം, യേശുവിന്റെ അടുക്കൽ ആ വ്യക്തി കണ്ണ് തുറന്നിരിക്കും. എന്നാൽ പാപിയായ വ്യക്തിയാണെങ്കിൽ നേരെ പോയി പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ആ പാതാളത്തിന്റെ അടിത്തട്ടിൽ കണ്ണുകൾ തുറക്കും. അവിടെ 10,000-ങ്ങളല്ല, ലക്ഷങ്ങളല്ല, കടലിലെ മണൽത്തരി വാരി എടുക്കുമ്പോൾ എണ്ണാൻ പറ്റാത്ത വിധം ലക്ഷോപലക്ഷ ജനങ്ങൾ ദിവസം തോറും സെക്കൻഡ് ബൈ സെക്കൻഡായി എത്രയോ പേർ ആ അഗാധ ഗർത്തത്തിനകത്ത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്, അയ്യോ ചിന്തിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ 33-ാം അധ്യായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വിശാലമാക്കിയിരിക്കുന്നു, അതതിന്റെ ആഴം കൂട്ടിയിരിക്കുന്നു, അത് വളരെ വിശാലമാക്കിയിട്ടിരിക്കുന്നു എന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിനകത്ത് 33-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. വായിച്ചേ 30-33 വായിച്ചിട്ട് 14-ാം അധ്യായം വായിച്ചേ. അവൻ അവരോട് തകർത്ത് പടപെട്ടും പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ കർത്താവിനെ കണ്ടുമുട്ടാത്ത സകല മനുഷ്യരും ഇവിടെ കിടന്ന് കറങ്ങത്തില്ല. ഇവിടെ വിട്ട് പോയ മറ്റൊരു സ്ഥലമുണ്ട്. യേശുവിനെ ആരാധിക്കാത്ത ആളാണെങ്കിൽ ഇതുപോലൊരു വിശാലമായ ദഹന സ്ഥലമുണ്ട്. അവിടെ പോകണ്ടെങ്കിൽ ഒരേ ഒരു വഴി, നസ്രയനാകുന്ന യേശു. ആ യേശുവിലൂടെ അല്ലാതെ നിത്യതയിൽ പോകാൻ പറ്റില്ല. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, തന്നെ രക്ഷിപ്പാൻ ഈ ദേശത്ത് യേശു വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള പാപം ക്ഷമിപ്പാൻ യേശു ഒരുക്കമാണ്. പാപം വലിച്ചെറിയാമോ? ലോക ചിന്ത വലിച്ചെറിയാമോ? ലോക സ്നേഹം വലിച്ചെറിയാമോ? അകത്ത് ഒരു രീതി, പുറത്ത് ഒരു രീതി, ദേശത്ത് ഒരു രീതി, പള്ളിക്കകത്ത് ഒരു രീതി. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി താങ്കൾ എത്ര കടും പാപം ചെയ്താലും ശരി, മുട്ടുമടക്കാൻ മനസ്സുണ്ടെങ്കിൽ തൊടുന്നൊരു യേശു ദേശത്ത് വന്നിട്ടുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, തത്വത്തിൽ മുദ്രയായവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, സാറാബുകൾ ആരാധിക്കും പരിശുദ്ധന്. അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ആ കർത്താവ് ഈ ദേശത്തിൽ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ലോകത്തിൽ പേരുണ്ടായിരിക്കുക, ലോകത്തിൽ പ്രശസ്തി ഉണ്ടായിരിക്കുക. വേദപുസ്തകം പറയുന്നു, ഏത് പാപിക്കും വേണ്ടി പണ്ടേ ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ രാത്രി ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയും കണ്ണടച്ച് തീരൂ. പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ, ജനിച്ചാൽ ഒരു മരണം യാഥാർത്ഥ്യമെങ്കിൽ, നിത്യ നരകവും യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ ഏത് തീരുമാനിക്കും? എവിടെ പോകാൻ താങ്കൾ ആഗ്രഹിക്കും? ഈ ലോകത്തിൽ പലതും ചെയ്യണമെന്ന് താങ്കൾ തീരുമാനം എടുത്തിരിക്കുക. എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഇത്ര ഏക്കർ വാങ്ങണം, ഇന്ന മോഡൽ വണ്ടി വാങ്ങണം, ഇന്ന മോഡൽ വീട് വെക്കണം. നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ വിട്ടു പോകുമ്പോൾ എവിടെ ചെല്ലുമെന്നുള്ള തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പണ്ട് ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നുവല്ലോ, അത് രാജാവിനായും ഒരുക്കിയിരിക്കുന്നു. അടുത്ത വരി വായിച്ച, അതിനകത്ത് എന്തുണ്ടെന്ന് വായിച്ചേ. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീ. അവിടെ എന്തുണ്ട്? ചിത. അതിനകത്ത് എന്തുണ്ട്? ചിത. ചിതയ്ക്കകത്ത് എന്തുണ്ട്? വിറകും തീയും. അടുത്ത വരി, യഹോവയുടെ ശ്വാസം. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. അതിനകത്തോട്ടാണോ പോകാൻ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചത്? അതിനു വേണ്ടിയാണോ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനകത്തോട്ട് പോകാനാണോ നമ്മളിവിടെ ജനിച്ചതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? അതിനു വേണ്ടിയാണോ? അല്ല. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് തന്നെ കാണണം. ഒറ്റ വ്യക്തി മണ്ടന്നൂർ ദേശത്ത് ഒറ്റ വ്യക്തിയും ആ ദണ്ഡനത്തിനകത്ത് പോകരുതേ. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിലെഴുതിക്കുന്ന, വായിച്ചേ 14-ാം അധ്യായം, വായിച്ചേ 14-ാം അധ്യായം
9-ാം വചനം മുതൽ. നിന്റെ വരവിങ്കൽ ഒരു പാവി ഈ ഭൂമി സകലമാന പാവികൾ അതിനകത്തുണ്ട്. പരിചയമുള്ളവർ കാണും, പരിചയം ഇല്ലാത്തവർ കാണും. ഒരുപാട് തൊട്ട് മുമ്പൊക്കെ പോയ, അതിന് വർഷങ്ങൾക്ക് മുമ്പ് പോയ ബന്ധുക്കളും ചാർച്ചക്കാരും യേശുവില്ലാതെ പോയ സകല പുള്ളികളും അതിനകത്ത് അലറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് വചനം കേൾക്കുന്ന പ്രസംഗിത് ഇതിൻ്റെ അടിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനടിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ദണ്ഡനത്തിനകത്ത് കോടികൾ കടന്ന് എന്നെ രക്ഷിക്കുമോ, എന്നെ രക്ഷിക്കുമോ, ഞാൻ യേശുവിനായി ജീവിക്കാം, എന്നെ രക്ഷിക്കുമോ? എങ്ങനെ രക്ഷപ്പെടാ? ജീവിച്ചിരിക്കുമ്പോൾ അറിയണമായിരുന്നു. ഈ തിരുവചനം കേൾക്കുമ്പോൾ അനേകർ വിചാരിക്കുമോ വേറെ ജോലി ഇല്ലാത്തോണ്ടാ ഇതെല്ലാം മാറി കെട്ടിക്കൊണ്ട് നടക്കുന്നേ. ജോലി ഇല്ലാത്തോണ്ടല്ല സഹോദരങ്ങളെ, ഇത് സത്യസന്ധമായ തിരുവചനമാകയാൽ ഒരു പാപിയും അതിനകത്ത് വീണ് പോകല്ലേ. പാപത്തെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയാൻ, പാപത്തെ പോക്കുന്ന രക്തമുണ്ടെന്ന് വിളിച്ചു പറയാൻ അത്രേ ഈ കൺവെൻഷൻ ഈ ദേശത്ത് ദൈവം തന്നത്. ഇന്ന് രാത്രി താങ്കൾ എത്ര പാപിയായാലും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്കൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ലക്ഷോപലക്ഷ ജനങ്ങൾ അതിനകത്ത് കിടക്കുകയാണ്. ഒരു വ്യക്തി ചെല്ലുമ്പോൾ തന്നെ പാതാളം വായി തുറക്കുമ്പോൾ തന്നെ ഇതിനടിത്തട്ടിൽ കിടക്കുന്നവരെല്ലാം ചോടി നോക്കുമ്പോൾ ദേ വരുന്നു ഒരുത്തന്. അതെൻ്റെ അയൽവാക്കത്തുള്ള ആളാ, എൻ്റെ ബന്ധുവാ, എൻ്റെ കൂട്ടുകാരനാ, എൻ്റെ കൂട്ടുകാരിയാ. അയ്യോ, അവൻ പള്ളി പോയ ആളല്ലേ, അവൻ ഇന്നാളും പള്ളി പോകുന്നുണ്ടല്ലോ, ഇവനും ഇഞ്ഞു പോന്നോ. കണ്ടോ, അവിടെ കിടന്നൊരു അലറുന്ന ശബ്ദമാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കും. നിങ്ങളെല്ലാവരും തിരുവചനം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഓ, നിന്റെ വരവിങ്കൽ കണ്ടോ, ഒരു വ്യക്തി ഈ ഭൂമി കണ്ണടയ്ക്കുമ്പോൾ പാതാളം വാ തുറന്നിട്ട് പറയും, നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ കീഴെ പാതാളം നിന്നെ നിമിത്തം ഇളകി. വായിച്ചേ, വരി വായിച്ചേ. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളായ ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്തവരി അവരൊക്കെ നിന്നോട് നീ ഞങ്ങളെ പോലെ ബലഹീനനായോ, നീ ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും നിന്റെ വാദ്യാഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അടുത്തവര് നിന്റെ കീഴെ പുഴുക്കൾ. കണ്ടോ, ഈ മനുഷ്യൻ നല്ല രീതിയിൽ ജീവിച്ച ആളല്ലേ. ഇവിടെ കണ്ണ് തുറന്ന സ്പോട്ട് ടൈമിൽ ചെന്ന് വീണത് പുഴുക്കൾ കിടക്കുന്ന സ്ഥലം. തല മുതൽ പാദം വരെ ഓ പുഴുക്കൾ നിറയാൻ തുടങ്ങി. കാതുകൾ പുഴു, കണ്ണിൽ പുഴു, ഞെക്കിക്കൊല്ലുന്നുണ്ട്, ചാകുന്നില്ല, തട്ടി മാറ്റുന്നുണ്ട്, വീഴുന്നില്ല. ശരീരം മൊത്തം പുഴുക്കൾ നിറഞ്ഞിരിക്കുകയാണ്. ഓ സ്തോത്രം. അയാൾ പ്രതീക്ഷിച്ചില്ല. ഡോർ തുറക്കാൻ ആളുണ്ടായിരുന്നു. സ്തോത്രം. ചെരുപ്പ് ഇട്ട് കൊടുക്കാൻ ഒരുപക്ഷെ ആളുണ്ടായിരുന്നിരിക്കുക. കാറിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ, ഡോർ തുറന്നു കൊടുക്കാൻ ആളുണ്ടായിരിക്കുക. കാർ ഓടിക്കാൻ ആളുണ്ടായിരിക്കുക. ഏക്കർ കണക്കിന് സ്വത്തുണ്ടായിരിക്കുക. ഓ, ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും മഹിമയും എല്ലാം ഉണ്ടായിരിക്കുക. പക്ഷെ അയാളെ യേശുവിനെ അറിഞ്ഞുകൂടായിരുന്നു. ഒരുപാട് പാവങ്ങളെ സഹായിച്ചു കാണും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കാണും. പക്ഷെ എൻ്റെ യേശു അയാളുടെ ഉള്ളത്തിനകത്തില്ലായിരുന്നു. ഇവിടെ കണ്ണടച്ചപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചെന്നങ്ങ് വീണു. കണ്ണു തുറന്നപ്പോ അയ്യോ ഭയാനകമാണല്ലോ. ആമേ സ്വത്രം ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നു, കൃമികൾ പുതപ്പായിരിക്കുന്നു, ആളി കത്തുന്ന തീ. ആമേൻ, വെള്ളം കിട്ടുന്നില്ല. ടാർ ഉരുകും പോലെ, വേറെ വാക്യങ്ങളുണ്ട് ഞാൻ എടുക്കുന്നില്ല, ടാർ ഉരുവും പോലെ ഉരുകി മറിയുകയാണ്. എങ്ങോട്ട് ഓടുമെന്ന് അറിയത്തില്ല, പുറത്ത് കയറാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ, ഈ ദേശത്തിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് നമുക്ക് ഈ ശബ്ദം കേൾക്കാം, ഇന്ന് നമുക്ക് യേശുവിനെ അംഗീകരിക്കാം. ഓ, എബ്രായർക്ക് ലേഖനം അതിന്റെ 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ കൃപാസനത്തിൽ യേശു ഇരിക്കുന്നു. ആരെല്ലാം പാപത്തോടെ ഇരിക്കുന്നുവോ ഇന്ന് രാത്രി കൃപാസനത്തിന് അടുത്ത് വന്ന് 1 യോഹന്നാൻ 1:7 വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിന് വേണ്ടി ആശ്രയിച്ചാൽ ഇന്ന് രാത്രി ഏത് പാപിക്കും മോചനമുണ്ട്. ഈ ദണ്ഡനത്തിനകത്ത് പോകണ്ട, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇന്ന് രാത്രി അത് കർത്താവ് ചെയ്യുവാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വചനം കേട്ടിട്ട് തള്ളിക്കളഞ്ഞു പോയാൽ താങ്കൾക്ക് മുന്നമേ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. താങ്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ ഒരു പട്ട് മെത്തയിലായിരിക്കാം കിടന്നത്, അതുപോലെ ഒരു മെത്തയിലായിരിക്കത്തില്ല പോകുന്നത്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോയിട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ ആർക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെ പോകണ്ട എങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ സമയം.
ഇന്ന് രാത്രി മുട്ടുമടക്കി മടങ്ങി വന്നാൽ യേശു താങ്കളെ സ്വീകരിക്കുവാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2000 വർഷം മുമ്പ് താങ്കൾ നിത്യദണ്ഡനത്തിനകത്ത് പോകാതിരിപ്പാൻ ഒരുവൻ മരിച്ചു. ആ യേശു ക്രിസ്തു ഈ വണ്ടന്നൂർ ദേശത്ത്, ഈ തേവരക്കോട് ദേശത്ത് ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നു. ആർക്കു വേണം യേശുവിനെ? നിങ്ങളുടെ പൈസക്കല്ല യേശു വന്നത്, നിങ്ങൾക്ക് നിത്യ ജീവനം തരാൻ, നിങ്ങളുടെ പാപത്തെ മോചിപ്പിക്കാൻ, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ ദേശത്ത് ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. ധനവാൻ മരിച്ചു, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ആ മനുഷ്യൻ പോയി. അവിടെ ചെന്നപ്പോൾ അടുത്ത വാക്യം വായിച്ച് ലൂക്കോസ് 16 അടുത്ത വാക്യം, അല്ല യെശയ്യാവ് 14 അടുത്ത വാക്യം, നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ കീഴപ്പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അടുത്ത വരി, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരെ പ്രേതന്മാരെ ഉണർത്തുകയും അടുത്ത വരി, ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്ത വരി, അവരൊക്കെ നിന്നോട് നീയും ഞങ്ങളെ പോലെ ആ കൺവെൻഷൻ നീ പോയില്ലേ? നീ ആ പള്ളിയിലല്ലേ പോയിക്കൊണ്ടിരുന്നേ? നീ പെന്തക്കോസിലാണല്ലോ പോയത്, എന്നിട്ട് നിന്റെ പേര് ഇവിടെ വന്നില്ലേ? കാരണം എന്താ? പള്ളി പോകുന്നുണ്ട്, അകത്തൊരു ജീവിതം, പുറത്തൊരു ജീവിതം, കള്ളവും കപടവും പാപത്തിൻ്റെ വഴികളും, ഭാര്യയുടെ മുൻപിൽ നല്ല പിള്ള, ഭർത്താവിൻ്റെ മുമ്പിൽ നല്ല പിള്ള, മാതാപിതാക്കളുടെ മുമ്പിൽ നല്ല പിള്ള, സഭയ്ക്കകത്ത് നല്ല പിള്ള, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടും പാവേ. ഇന്ന് രാത്രി സ്നേഹിത സഹോദര സഹോദരി, താങ്കളുടെ ജീവിതം എങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നു. അവർ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നീ ഞങ്ങളെ പോലെ ഈ പുഴുവിനകത്ത് പോന്നോ? നീ ഞങ്ങളെ പോലെ തീക്കകത്ത് പോന്നോ? ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല, ഇവിടെ നീ എങ്ങനെ കഴിച്ചു കൂട്ടും? അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് പോലും ഇടവിടാതെ അതിനകത്ത് നിലവിളിക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, താങ്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എവിടെ പോകണമെന്നുള്ള ഉറപ്പ് പ്രാപിച്ചിട്ടേ ഇവിടെ കണ്ണടക്കാവൂ. ഇന്ന് രാത്രി ആ ഉറപ്പ് പ്രാപിച്ചേ തീരൂ. അടുത്ത വരി, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. മതി. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് പോയി വീണു. ലൂക്കോസ് 16 വായിക്കുമ്പോൾ ഈ ധനവാൻ നേരെ പോയി വീണു, കണ്ണ് തുറന്നു നോക്കി. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. വായിച്ചേ. അപ്പോൾ അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. കണ്ടോ ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കേണ്ടായിരുന്നു ഈ പ്രാർത്ഥന. കർത്താവേ, എന്നോട് കനിയണമേ അപ്പാ, വെള്ളം തരണമെന്നല്ല, യേശുപ്പ ആ ജീവനെ തരണേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണേ. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് സത്യ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടാൻ പറഞ്ഞാൽ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മിടുക്ക് ആഡംബരം കാണിക്കും. അവിടെ ചെന്നപ്പോഴാണ് ഈ മനുഷ്യൻ അലറി വിളിക്കുകയാണ് വെള്ളത്തിനായിട്ട്. അടുത്ത വരി, ലാസർ വില്ലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ. കണ്ടോ ഇപ്പൊ എവിടെ വീണേ? ഏസിക്കകത്തായിരുന്നായിരിക്കും ഒരു പക്ഷേ ജീവിച്ചത്. വീട്ടിനകത്തും എ സി കാണും, കാറിനകത്തും എല്ലാം വണ്ടിക്കകത്ത് എന്ത് കാണുമായിരിക്കും ഒരു പക്ഷേ എ സി. ഇപ്പൊ എവിടെ ചെന്ന് വീണു? എവിടെയാ ചെന്ന് വീണേ? ഇവിടെ കണ്ണടച്ച ഉടനെ കണ്ണു തുറന്ന് എവിടെ പറ. സ്തോത്രം. ഇവിടെ തീർന്നില്ല. ചിലർ പറയും, ചിലർക്ക് അസുഖമോ ക്ഷീണമൊക്കെ വരുമ്പോൾ പറയും, ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു. പാവം അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. ശരിയാ. പക്ഷെ ഇവിടുത്തെ കഷ്ടതയല്ല. ഇവിടെ കണ്ണടച്ച് പോയി കഴിഞ്ഞ് യേശുവില്ലെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉറപ്പുണ്ട്. എന്തുണ്ടെങ്കിലും ഇവിടെ കണ്ണടച്ച നേരെ അപ്പൻ്റെ അടുത്ത് തന്നെ പോകുന്ന ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പോകും, ഇവിടെ പോകും, വേറെ ഒരു സ്ഥലവും ഇല്ല. സ്തോത്രം. അടുത്തവര് വായിച്ചേ. വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്തവര്, അബ്രഹാം മകനെ നിന്റെ ആയുസ്സിൽ നീ എല്ലാ കാര്യങ്ങളും നന്മ അനുഭവിച്ചു, പക്ഷെ എന്നിട്ടും യേശുവിനെ കണ്ടുമുട്ടിയില്ല. അടുത്ത് ലാസർ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആഹാരത്തിന് ആഹാരമുണ്ട്, വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, കയറി കിടക്കാൻ വീടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവിന് സത്യത്തിലും ആത്മാവിനെ ആരാധിക്കാൻ കർത്താവിനെ മുട്ടുമടക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്നപ്പാ എൻ്റെ ഇനിയുമുള്ള ജീവിതം അങ്ങേക്കാൻ ജീവിക്കാം, എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരണത്തിനായി ഓടി വന്ന് വീണിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മുട്ടുയുദ്ധം കാണിക്കുകയല്ല ഞാൻ എന്തോ ആണെന്ന്. ഇന്ന് രാത്രി സ്നേഹിതരെ, ഈ വചനം കേൾക്കുമ്പോൾ മാറ്റി വിടരുത്. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. നമ്മളെ വിളിച്ചാൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് പോകുന്നതല്ല മരണം. അടുത്തവര് വായിച്ചേ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. ഇപ്പോൾ ലാസർ കർത്താവിനെ ആരാധിച്ചവൻ അവൻ പറയും, രോഗത്തിൽ പിടിച്ചാലും ക്ഷീണം വന്നാലും പ്രശ്നം വന്നാലും എൻ്റെ യേശു അപ്പച്ചൻ എൻ്റെ അകത്തുനിന്ന് പോകാൻ ദൈവം ആ മനുഷ്യൻ വിട്ടുകൊടുത്തില്ല, പാപം ചെയ്തില്ല. ഭക്ഷണം ഇല്ലെങ്കിലും രോഗമാണെങ്കിലും അയാൾ തകർന്നു പോയില്ല. ഇന്ന് പ്രശ്നം വരുമ്പോൾ അനേകർ പിന്മാറിപ്പോകും, പ്രതിസന്ധി വരുമ്പോൾ പിന്മാറിപ്പോകും. ആമേ സ്തോത്രം. പ്രാർത്ഥിച്ചത് കിട്ടിയില്ലെങ്കിൽ പിന്മാറിപ്പോകും. എന്നാൽ ലാസർ പറയും, എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജീവിച്ചാലും മരിച്ചാലും
ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ജീവനായാലും ഡാഡി പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ആരൊക്കെ പറഞ്ഞാൽ അടുത്ത സ്പോട്ട് ടൈമിൽ മറ്റൊരു സ്ഥലത്ത് കണ്ണു തുറക്കും. പാവികൾ കണ്ണു തുറക്കുന്ന സ്ഥലം പാതാളം. അവിടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചാലൊന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. പോയത് തന്നെ. തിരിച്ചു വരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അത് ഇവിടെ വച്ച് തീരുമാനിക്കണം എവിടെ പോകണം. ഈ ഭൂമിയിൽ ഏതൊരു വ്യക്തിക്കും ഇവിടെ കണ്ണടച്ചേ തീരും. പക്ഷേ അതിനുശേഷം എവിടെ പോകുമെന്ന് ഇവിടെ വച്ച് ഉറപ്പ് പ്രാപിക്കാൻ തിരുവചനം പറയുന്നു. ഉറപ്പ് നീ പ്രാപിര്. എവിടെ പോകുമെന്ന് കഴിവും മിടുക്കും പക്വതയും ഞാൻ എന്തോ ആണെന്നുള്ള ഭാവവും വെടിഞ്ഞിട്ട് അഹങ്കാരങ്ങളെ പൊളിച്ചിട്ട് അപ്പച്ചൻ്റെ മുൻപിൽ വന്ന് വീണിട്ട് പറ, കർത്താവേ ഞാനിത് ഇന്ന് രാത്രി അങ്ങനെ അടുക്കലേക്ക് വരുന്നുവെന്ന്. ചങ്ക് പിളർന്നു പങ്കാളിയാക്കി ചങ്കിനോടു ചേർത്ത് വച്ചവനെ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളം കയ്യിൽ എന്നെ താങ്ങിയോനെ. എന്റെ നെഞ്ചിനിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണനും പ്രേമവും യേശു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ലാസറിന് പാടാനൊരു പാട്ടുണ്ട്. ചങ്ക് പിളർന്ന് പങ്കാളിയൊക്കെ ക്രിസ്തു എൻ്റെ അകത്ത് വന്നപ്പോൾ, ചങ്കിനോട് ചേർത്ത് വച്ചപ്പോൾ എൻ്റെ രോഗം ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഭാരം ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ദുഃഖം ഞാൻ അറിഞ്ഞില്ല, എൻ്റെ കണ്ണീര് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ വിശപ്പ് ഞാൻ അറിഞ്ഞില്ല. ആൾക്കാർ വാതിൽ കൊട്ടി അടച്ചപ്പോഴും ഞാൻ അറിഞ്ഞില്ല. തള്ള കൈവിട്ടപ്പോഴും ഞാൻ അറിഞ്ഞില്ല. തള്ള പോലും എന്നെ തള്ളിയാലും താതൻ്റെ കൈ എന്നെ തള്ളുകില്ല. ഉള്ളം കയ്യിൽ എന്നെ കോരിയിട്ട നല്ല സ്നേഹമാണ് യേശുനാഥൻ. എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണനും പ്രേമവും യേശു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ലാസറിൻ്റെ ഓരോ അവസ്ഥയിലും ലാസറിന് പുകഴാനും പറയാനും സ്നേഹിക്കാനും യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രോഗത്തിനോ ദുഃഖത്തിനോ വിശപ്പിനോ തന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 35 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും വേർപിരിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഏതൊരു ശക്തിക്കും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആര് പറയും, കർത്താവേ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് മറ്റൊന്നിനും വേർപിരിക്കാൻ കഴിയാത്ത വിധം എൻ്റെ മേലെ ഒരു ബന്ധത്തെ, എനിക്ക് ആഴമായൊരു ഇഷ്ടത്തെ എൻ്റെ അപ്പൻ തരണമേ. ഇന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ യേശുവിനെ നേരെ ഒന്ന് ആരാധിക്കാൻ, പാപത്തെ ജയിച്ചാരാധിക്കാൻ എൻ്റെ മേലും ഒരു ശക്തിയെ തരണമെന്ന് ഇന്ന് ആര് പ്രാർത്ഥിച്ചാലും ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ള മറിഞ്ഞ് സക്കായിയുടെ വീട്ടിനകത്ത് കയറിയതുപോലെ ഇന്നത്തെ രാത്രി ഉള്ള മറിഞ്ഞ് കിടക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ, ടക്കൻ വായിച്ചേ. അത്രയുമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്കും നടുവേ. കണ്ടോ, അവിടെ പോയ ശേഷം കർത്താവ് ഞാൻ ഇനി നേരെ ജീവിച്ചു കൊള്ളാം. ഈ സമയത്ത് നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവസരമുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ശ്രോതാവെ, താങ്കൾക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവസരമുണ്ട്. നഷ്ടപ്പെടുത്താതെ യേശുവിനെ സ്വീകരിച്ചാൽ ഈ സമയത്ത് നമ്മളെ പോലെയുള്ള അനേകർ
അവിടെ കിടന്ന് വിളിക്കുകയാണ് ഇങ്ങനെ, എന്നെ ഒന്ന് പറഞ്ഞയക്ക് കാട്ടാക്കട, എന്നെ ഒന്ന് പറഞ്ഞയക്ക്, എന്നെ ഒന്ന് വണ്ടന്നൂർ പറഞ്ഞയക്ക്, എന്നെ ഒന്ന് ഇന്ന സ്ഥലത്ത് പറഞ്ഞയക്ക്, ഞാൻ പൊയ്ക്കോളാം, ഞാൻ ഇന്ന പള്ളി ചെന്ന് രക്ഷിക്കപ്പെട്ടോളാം, മാനസാന്തരപ്പെട്ടോളാം, ഞാൻ സ്നാനപ്പെട്ടോളാം, ഞാൻ പാവം വിട്ട് തിരിഞ്ഞോളാം, ഇനി ഞാൻ നേരെ ജീവിച്ചോളാം, എന്നെ വിട്, ഈ പുഴുവിനകത്ത് നിന്ന് രക്ഷയില്, ഈ തീക്കകത്ത് തന്നെ ഇടല്ലേ എന്ന് കോടികൾ കരയുന്ന ഇടത്ത് നമുക്ക് പോകണമോ? അതോ സന്തോഷത്തിന്റെ രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നിരാശയില്ലാത്ത, പ്രതികൂലമില്ലാത്ത, മരണമില്ലാത്ത സ്വർഗത്തിൽ പോണോ? ഏത് തിരഞ്ഞെടുക്കും? ഇന്ന് രാത്രി തിരഞ്ഞെടുക്കണം. ഇന്ന് തിരഞ്ഞെടുപ്പിന് രാത്രിയാണ്. ഈ സമയം തള്ളിക്കളയല്ലേ. ലാസർ ധനവാൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ. അടുത്ത വാക്യം വായിച്ച, അടുത്ത വാക്യം. ഞങ്ങൾക്ക് നിങ്ങൾക്കും വലിയൊരു നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. അടുത്ത വരി, ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർ കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിന് അവൻ എന്നാൽ പിതാവേ അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോഴാണ് കണ്ണു തുറന്നത്. എന്റെ വീട്ടിൽ 5 സഹോദരങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ്. ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ കണ്ണു തുറന്നില്ല. എത്ര വചനം കേട്ടിട്ടും കീറ മുട്ടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, എന്റെ കളി ഒന്നും ഇവിടെ വില പോകത്തില്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല, ഇവിടെ സത്യവേദ പുസ്തകത്തിനകത്ത് നടക്കും. അബ്രഹാം പിതാവേ, എൻ്റെ വീട്ടിനകത്തൊന്ന് ലാസറിനെ പറഞ്ഞയക്കണം. അവിടെ 5 സഹോദരങ്ങൾ, ഇവിടെ വന്ന് അവർക്ക് ഈ തീ അനുഭവിക്കാൻ പറ്റത്തില്ല, അയ്യോ അവരെയും കൂടെ രക്ഷിക്കണം. അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ ദൈവമേലൊക്കെ മോശ ഉണ്ടല്ലോ, പ്രവാചകന്മാരുണ്ടല്ലോ, അവർ പറയും ഇവിടെ ഒന്നും ഒരു മനുഷ്യർക്ക് പോകാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, മരിച്ച ശേഷം ഒരാളിന് നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ വരാൻ പറ്റാത്ത വിധം ഒരു സ്ഥലത്ത് അകപ്പെടും. താങ്കൾ ഏത് സ്ഥലത്ത് അകപ്പെടും? ഇന്ന് രാത്രി തീരുമാനിച്ചിട്ടുണ്ടോ? ഈ 2 പേർ ജീവിച്ചു. യേശു ക്രിസ്തു പറഞ്ഞു, 2 പേരിൽ ഒരുത്തൻ അപ്പന്റെ അടുക്കൽ പോയി, എന്നാൽ ഒരുത്തൻ നിത്യ ദണ്ഡനത്തിൽ പോയി. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41, 42, 43 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, മത്തായി സുവിശേഷം 13-ാം അധ്യായം 41, 42, 43 വായിച്ചേ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. കണ്ടോ, തീച്ചൂളക്കകത്ത് ഇട്ടുകളയും. ആ തീച്ചൂളയിൽ പോകണമോ? നിത്യതയിൽ പോകണമോ? അടുത്ത വരി. അവിടെ കരച്ചിലും പല്ലുകടി. അവിടെ എന്തുണ്ട്? പല്ലുകടിയുണ്ട്. നേരത്തെ എന്തെന്ന് പറഞ്ഞേ? തീയുണ്ട്, പുഴുക്കളുണ്ട്, കൃമിയുണ്ട്. അടുത്ത് ഇവിടെ പറയുന്നു കരച്ചിലുണ്ട്, പല്ലുകടിയുണ്ട്. അടുത്ത വരി. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന വന്നിട്ടും, പരിഹാസം വന്നിട്ടും, സ്വത്രം ദുഷി വന്നിട്ടും, ഒറ്റപ്പെടൽ വന്നിട്ടും കർത്താവിനെ വിട്ടു മാറാതെ വിശ്വസ്തനായിടുവാ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ പാത നടന്നിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. രാത്രി ആരൊക്കെ പറയാപ്പാ, വിശ്വസ്തതയുടെ ഭൂമി തരുന്ന കാലം ജീവിക്കാൻ ഒരു അഭിഷേകം വേണം, ഒരു ശക്തി വേണപ്പാ. എൻ്റെ ഓട്ടത്തിനിടയ്ക്ക് വഴിയിൽ വെച്ച് എൻ്റെ അപ്പൻ വിളിച്ചാലും എൻ്റെ കണ്ണെൻ്റെ അപ്പൻ രാജ്യത്ത് തുറക്കണം. അതിനെനിക്കിന്ന് പാപത്തെക്കുറിച്ചൊന്ന് ഉണർത്തിച്ചല്ലപ്പാ. അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അപ്പനെ തൊട്ടാലേ പറ്റൂ. എന്നെ കൂടെ വന്ന് രക്ഷിക്കണമേ. അന്ന് നീതിമാന്മാർ സ്വർഗത്തിൽ സന്തോഷിക്കുമ്പോൾ ബന്ധു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൻ ആരാധിച്ചാൽ അപ്പനെ പോകും. അപ്പനാണ് യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ അപ്പൻ പ്രാർത്ഥിച്ചു, ആരാധിച്ചു, കർത്താവിനായിട്ട് ജീവിച്ചു, മക്കൾ പോകത്തില്ല. മക്കൾ കർത്താവിനായിട്ട് ജീവിച്ചു, അപ്പനമ്മയും പോകത്തില്ല. അവരവർ ഇത് പ്രാപിക്കണം, അവരവർ കരസ്ഥമാക്കണം. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ വായിച്ച 43. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ കണ്ടോ. അന്ന് സൂര്യനെ പോലെ ലാസർ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഇവിടെ വേറെ ഒന്നുമില്ലെങ്കിലും അവൻ്റെ അകത്ത് യേശു ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 48, 49, 50 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, മത്തായി 13-ന്റെ 48, 49, 50 വായിച്ചു. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരക്കി കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടി. നോക്കിയേ, ഇന്ന് എവിടെ പോയാലും എല്ലാ വക മീനും ഉണ്ട്. എന്നാൽ എല്ലാ വക മീനും അപ്പൻ്റെ അടുത്ത് പോകത്തില്ല. എവിടെ പോയാലും ഉണ്ട്. യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാർ നടന്നു. 12-ൽ 1 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ വക മീനും ഉണ്ട്. പക്ഷെ എല്ലാ വക മീനും സ്വർഗത്തിൽ പോകത്തില്ല. അത് ചീത്തയാതെല്ലാം വലിച്ചെറിയും.
ഹല്ലേലൂയ. നല്ലത് മാത്രമേ അങ്ങോട്ട് കടക്കൂ. ഇന്ന് രാത്രി നല്ലത് എന്ത് മാത്രമേ ഉള്ളൂ? യേശു മാത്രമേ നല്ലവനുള്ളൂ. നല്ല സ്വഭാവമുള്ള മക്കൾ ആരാ? യേശു അപ്പച്ചൻ നിറഞ്ഞ് ജീവിക്കുന്ന മക്കളാണ് നല്ല സ്വഭാവം. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിറഞ്ഞാൽ മാത്രം നമുക്കതിനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 പറഞ്ഞത്, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഓ എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും? ഇതാ ഇവിടെ പറയുന്നു, വായിച്ചേ. നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ച് അടുത്ത് ചീത്ത എറിഞ്ഞു കളഞ്ഞു. അടുത്ത് അങ്ങനെ തന്നെ ലോക അവസാനത്തിൽ സംഭവിക്കും. അടുത്ത വരി. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച്. നീതിമാന്മാരുടെ ഇടയിൽ നിന്ന്. അപ്പൊ നീതിമാന്മാരും ഉണ്ട്, പക്ഷെ അവരുടെ അടുത്തുകൂടെ ചെന്നിട്ട് ദുഷ്ടന്മാരെ പിടിക്കും. അർത്ഥം എന്താ? പാപം ചെയ്യുന്നവനെ തൂക്കും. കണ്ടോ? വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും. വേർതിരിച്ച് എവിടെ ഇടും? തീച്ചുളക്കകത്ത് ഇട്ട് കളയും. അടുത്ത് അവിടെ എന്തുണ്ട്? കരച്ചിലും പല്ലുകടിയുണ്ട്. മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അയാൾ പിന്നെ എവിടെ? അനേകർ പറയും, ഈ ഭൂമി വിട്ട് പോയ ഒന്നും അറിയണ്ട, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചാടി വീണ് കുറച്ച് വിഷം എടുക്കും, കഴിക്കും, ഇവിടെ കണ്ണടയ്ക്കും. നേരെ പോയത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, അയ്യോ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലത്താണ് അനേകായിരങ്ങൾ ഇന്ന് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി സമയം തീർന്നിട്ടില്ല. താങ്കൾ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഒന്ന് ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ആ യേശുവിലേക്ക് നോക്ക്, ആ ക്രൂശിലേക്ക് നോക്ക്. ഇന്ന് രാത്രി മരിച്ചത് യേശു നിനക്ക് വേണ്ടിയാണ്. ആ ക്രൂശിലേക്ക് നോക്കിയാൽ നിനക്കും രക്ഷയുണ്ട്. നിനക്കും ആ നിത്യതയിൽ പോകാം. നിത്യ നരകത്തിനകത്ത് പോകരുത്. ഈ ഭൂമിയിൽ ജീവനുള്ളപ്പോൾ ഇത് തീരുമാനിക്കണം. ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുമ്പോൾ അനേകർ പറയും, നല്ല പ്രാർത്ഥന കിട്ടിയാൽ സ്വർഗത്തിൽ പോകും. ഇല്ല, ഇവിടെ കണ്ണടയ്ക്കും മുമ്പേ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരും, യേശുവിനെ കണ്ടുമുട്ടാത്ത ആരും സ്വർഗത്തിൽ പോകത്തില്ല. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ന്യായാസനത്തിൽ നിൽക്കേണ്ടതാകുന്നു. മരിച്ച ശേഷം ആര് വന്ന് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ പോകത്തില്ല. ലാസറിന് നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയില്ല, ധനവാൻ നല്ല അടക്ക ശുശ്രൂഷ കിട്ടിക്കാണും, പക്ഷെ സ്വർഗത്തിൽ പോയതാരാ? അടക്ക ശുശ്രൂഷ കിട്ടിയതിലല്ല, യേശുവിൽ ജീവിച്ചവനാ സ്വർഗത്തിൽ പോയേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആഡംബരത്തോടെ ശുശ്രൂഷ കിട്ടി, ആഡംബരത്തോടെ അതും ഇതുമൊക്കെ കിട്ടി, അതുകൊണ്ട് സ്വർഗത്തിൽ പോയി. അയ്യോ ഇത്ര പേരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ, ഇത്ര പേരുണ്ടായിരുന്നു ആ ശുശ്രൂഷയ്ക്ക്, അതുകൊണ്ട് അവരെല്ലാം സ്വർഗത്തിൽ പോയി എന്ന് അനേകർ ചിന്തിക്കും. ഇല്ല സ്നേഹിതരെ, ആവാൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ ആ വാക്യം 2 കൊരിന്ത്യർ 5:10 വായിച്ചേ. അവനവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഒരു ദിവസം എല്ലാവരും നിൽക്കേണ്ടി വരും. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, വായിച്ചേ, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും. ഇന്ന് ആരെ കൊണ്ട് വേണം സത്യം ചെയ്യും? കള്ളസത്യം. ഞാൻ പറയട്ടെ, ഒരു ദിവസം പിടിച്ചു നിർത്തുന്ന ദിവസമുണ്ട്. നിന്റെ കള്ളസത്യം, കപട ജീവിതം മതിയാക്ക്. ജീസസ്. വായിച്ചേ ഒന്നുകൂടെ. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 31, 32, 33, 34 വാക്യം വായിക്കുമ്പോൾ എൻ്റെ കർത്താവ് 2 കൂട്ടർ 2 സ്ഥലത്ത് നിർത്തുകയാണ്, വലത്തും ഇടത്ത് നിർത്തുകയാണ്. സ്തോത്രം. വായിച്ചേ 25-ാം അധ്യായം 31 മുതൽ 34 വരെ വായിച്ചേ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി പാപം വിട്ടുതിരിഞ്ഞു. അടുത്ത വരി,
വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും. 25:41 വായിച്ചേ. 25:41 വായിച്ചേ. പിന്നെ അവൻ ഇടത്തുള്ളവരോട് വലത്തുള്ളവരെ കർത്താവിനടുത്ത് കയറിപ്പോയി. ഇടത്തുള്ളവരോട് പോയി വായിച്ചേ. ശപിക്കപ്പെട്ടവരെ ഇടത്തുള്ളവരെ വിളിച്ചെന്തോ, പാവികളെ വിളിച്ചെന്തോ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പോയതെവിടെയാ? കർത്താവില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ണടച്ചാൽ നേരെ പോകുന്നത് നിത്യ അഗ്നിയിലേക്കാണ്. ഇവിടെ കറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ആരൊക്കെ പൂജ ചെയ്താലും, ഇവിടെ ആരൊക്കെ നേർച്ച കാഴ്ച ഇട്ടാലും, ഇവിടെ ആരൊക്കെ വർഷം തോറും പ്രാർത്ഥന വെച്ചാലും, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് കർത്താവിനായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിൽ തന്നെ പോകും. ഈ ഭൂമിയിൽ മരിച്ച ശേഷം ആരെല്ലാം അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർ സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തീരുമാനിക്കണം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് യേശു ഇരിക്കുന്ന കൃപാസനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എബ്രായർക്കെഴുതിയ ലേഖനത്തിനകത്ത്, ഓ സ്തോത്രം, ഇന്ന് എൻ്റെ അപ്പൻ ഇരിക്കുന്നത് കൃപാസനത്തിലാണ്. എന്നാൽ വെള്ള സിംഹാസനത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നത് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവൻ ആവാലവൃത്തം വരും. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. മറ്റൊരു പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. ഇന്ന് അനേകർ വിചാരിക്കുന്നു, ഞാൻ ചെയ്തതൊന്നും ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. സ്നേഹിത, സഹോദര, സഹോദരി, ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. കഴിഞ്ഞ നാളിൽ സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് സ്തോത്രം മരിച്ചിട്ട് ഉയർത്ത ചിലരുണ്ട്. ഈ ഭൂമിയിൽ മരിച്ചു ഉയർത്തു. ഞാൻ നോക്കിയേ, ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കി. അവർക്ക് മരണമില്ലാതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിക്കേണ്ട സമയപ്പോൾ മരിച്ചു. ഒരുപാട് മരിച്ചവരെ കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഉള്ള കാലം മരിക്കാതെ ജീവിച്ചെന്നില്ല, അവർ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദിവസം ഇവിടെ വിട്ട് പോയേ തീരൂ. സ്തോത്രം. രോഗം മാറിയതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയരുത്. എനിക്ക് എൻ്റെ ലോണെല്ലാം അടഞ്ഞു തീർന്നു, പ്രമാണമെല്ലാം കയ്യിലെടുത്തു, ഇനി എൻ്റെ ദൈവമല്ലേ പ്രാർത്ഥന കേട്ടോ, അപ്പം ഞാൻ സ്വർഗത്തിൽ ഇല്ല, പോകത്തില്ല. യേശു കർത്താവിന് സമ്പാദ്യം തന്നെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചേ തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. അവരവർ ചെയ്തതായ സകലമായ പാപങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആരും കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കൂലേ? നമ്മൾ അനേകർ പറയുന്നതാണ്, നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ആദ്യം നോക്കുന്ന ആരെയാണ് നോക്കുന്നത്? അടുത്ത ആരെങ്കിലും കണ്ടോ? വീട്ടുകാർ കണ്ടോ? ബന്ധുക്കൾ കണ്ടോ? ആ ചർച്ചിലുള്ള പാത്രം വല്ലതും കണ്ടോ? എങ്കിൽ തീർന്നു. കണ്ടോ? പിറ്റേ ഞായറാഴ്ച തട്ട് എന്നെങ്കിൽ അയ്യോ എന്ത് ചെയ്യും? കണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വീട്ടുകാർ കണ്ടോ? അപ്പൻ കണ്ടോ? അമ്മ കണ്ടോ? മക്കൾ കണ്ടോ? പക്ഷെ ദൈവം കണ്ടോ എന്ന് പേടിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരാ ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരാ ദൈവത്തിനായി ജീവിക്കാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരാ ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരാ ദൈവത്തിനായി ജീവിക്കാൻ. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. കർത്താവ് വെള്ള സിംഹാസനത്തിരുന്നു. ആ വാനവൃത്ത മക്കളെ വിളിച്ചു വരുത്തി. കോടിക്കണക്കിന് ജനങ്ങൾ, ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സകല ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ യേശു വെള്ള സിംഹാസനത്തിരുന്നു. ഓരോരുത്തരായിട്ട് പേര് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഇവിടെ എല്ലാം ഒളിച്ച് ചെയ്തിട്ടാണ് പോയേ. കർത്താവ് ഓരോ ബുക്കായിട്ട് എടുത്തു. ബുക്കെടുത്ത് ഓരോ ആദ്യത്തെ പേജ് മറിച്ച് പേര് കണ്ടു. പേരിങ്ങ് വിളിച്ചു. ഹല്ലേലൂയ. പേര് വിളിച്ചിട്ട് ഈ ജനക്കൂട്ടത്തിന് നടുവിൽ, വെള്ള സിംഹാസനത്തിന് നടുവിൽ നിന്ന് എൻ്റെ ദൈവം ഇയാളുടെ പേര് വിളിച്ചു.
ഇയാൾ ഫ്രണ്ടിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ഇവിടെ അനേകർ ചിന്തിക്കും, ഇവിടെ ആരെ കൊലക്കേസിൽ പ്രതിയായാലും ഒരു ചാക്ക് നോട്ടുണ്ടെങ്കിൽ ഒതുക്കി തീർക്കാം, ഏത് കേസും തേച്ച് മാച്ച് പുറത്തു കൊണ്ടുവരാം, ആമേൻ, പുറത്ത് രക്ഷപ്പെടാം. ഹല്ലേലൂയ. ആരെ എത്ര വരെ കൊന്നാലും ശരി, ഇവിടെ വേറെ ഒരു കേസുമില്ലാതെ ഊരി വരാൻ സമ്പത്ത് ഉണ്ടെങ്കിൽ ഊരി കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ കോടതിയിൽ ഒറ്റ ഒരു മനുഷ്യനും ഊരി വരാൻ കഴിയത്തില്ല. യേശുവിൻ്റെ കോടതിയിൽ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കോടതിയിൽ ആമേൻ തേച്ച് മായ്ച്ചു പോകത്തില്ല. ഇന്ന് രാത്രി വൈദ്യരെ, നീ എത്ര ഒളിച്ചു ചെയ്ത പാവം ആ പുസ്തകത്തിനകത്ത് ഉണ്ട്. ഇന്ന് രാത്രി ആ പാപം എത്ര കടിച്ചു പോയാലും വെളുപ്പിക്കാൻ കഴിവുള്ള ഒരു രക്തമുണ്ട്. അത് യേശുവിൻ്റെ രക്തമത്രേ. ഹല്ലേലൂയ. ഇന്ന് ആ രക്തത്തിൽ ആശ്രയിച്ചാൽ ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ പാപവും മായ്ച്ചു കളയാൻ ആ രക്തത്തിന് ശക്തിയുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ പോയാൽ എൻ്റെ യേശു അങ്ങോട്ട് പേര് വിളിക്കും. ഭാര്യയെ ഒളിച്ചാ ചെയ്തേ, ഹല്ലേലൂയ, ആമേൻ, ഭർത്താവിനെ ഒളിച്ചാ ചെയ്തേ, മക്കളെ ഒളിച്ചാ ചെയ്തേ, മാതാപിതാക്കളെ ഒളിച്ചാ ചെയ്തേ, ദേശത്തെ ഒളിച്ചാ ചെയ്തേ. ആമേൻ, ഭൂമിയിലായിരുന്നപ്പോൾ സകല കോടതികളിലും കള്ളമൊക്കെ പറഞ്ഞ് ഊരിപ്പോന്നതാ. ഒരു തെളിവും നമ്മളിന്ന് അറിയുന്നില്ലേ? എത്രയോ കേസുകൾ സകല തെളിവ് നശിപ്പിച്ച് ഇപ്പോൾ എത്ര വർഷങ്ങളായിട്ടും സ്വത്രം തെളിവുകൾ നശിപ്പിച്ച് ഒരു തെളിവുമില്ലാതെ കേസ് പിടിക്കാൻ പറ്റാതെ കിടക്കുന്ന എത്രയോ കേസുകൾ. ഞാൻ പറയാ, എൻ്റെ അപ്പൻ്റെ കോടതിയിൽ ഒറ്റ തെളിവും പോകാതെ സകല തെളിവും വെച്ച് പിടിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്വത്രം. അവിടെ പേര് വിളിച്ച് ഫ്രണ്ടിലോട്ട് വന്നു. നീ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ആരാ കേട്ടോണ്ടിരിക്കുക? വീട്ടിനകത്തുള്ള സകലരും, നാട്ടിനകത്തുള്ള സകലരും, അവരാരാധിച്ച പള്ളിയിലുള്ള ആൾക്കാർ, ദേശത്തുള്ള ആൾക്കാർ, 1, 2, 3, 10, 50, 5000 അല്ല, കോടികളുടെ നാട്ടിൽ യേശുപ്പച്ചൻ പേര് വിളിച്ചു, ഫ്രണ്ടിൽ വന്നു. ഇല്ല കർത്താവേ, ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ മാത്രയിൽ വേദപുസ്തകത്തിൽ തുറക്കാമോ? സങ്കീർത്തനം 50-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ആകാശത്തേക്ക് വിളിച്ചു, ആകാശമേ ഇറങ്ങി വാ, ഭൂമിയെ ഇറങ്ങി വാ. സ്തോത്രം. ഭൂമിയോട് പറഞ്ഞു, ഭൂമി, ഇവൻ അടിയുണ്ടാക്കിയില്ലേ, കൊന്നില്ലേ, ആ തൊണ്ടി സഹിതം വെളിയിൽ വന്നു പറഞ്ഞു. വായിച്ച് 50-ാം അധ്യായം 4-ാം വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടത് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെ വിളിക്കുന്നു. അടുത്ത് യാഗം കഴിച്ച് മതി. ഹല്ലേലൂയ. ആകാശത്തെയും വിളിച്ചു. ഹബക്കൂക്ക് വായിക്കുമ്പോൾ 2:11 വാക്യം വായിക്കുമ്പോൾ അനേകര് പറയാ, അയ്യോ രക്ഷപ്പെട്ടു. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അനേകർ രക്ഷപ്പെട്ടു. റോഡിൽ വെച്ചല്ലോ ഞാൻ പാപം ചെയ്ത്, വീട്ടിനകത്തല്ലേ, അതാരും കണ്ടില്ലല്ലോ. എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? ഹബക്കൂക്ക് വായിച്ചേ, 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചേ. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും. അപ്പൊ വീട്ടിനകത്തുള്ള ചുവരിൽ നിന്ന് എന്ത് ചെയ്തു? കല്ല് നിലവിളിച്ചു. അടുത്ത് മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. തുലാമിനെ വിളിച്ചു, കല്ലിനെ വിളിച്ചു, സകലത്തെ ദൈവം വിളിച്ചു നിർത്തിയിട്ട് കർത്താവ് പറയാൻ തുടങ്ങി. ആമേ, തൊണ്ടി സഹിതം ഇറങ്ങി വന്ന് ആ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിന്നു. സ്വത്രം. എവിടെ വച്ചാണോ, ഏത് പാപമാണോ ചെയ്തത്, സകല ജനവും കാണുക. TV സ്ക്രീനിൽ കാണും പോലെ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇന്ന് TV സ്ക്രീനിൽ കാണുന്നില്ലേ? നമ്മളിതാ ഇവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്നത്തെ മെസ്സേജ് കാണാം, നിന്ന് പ്രസംഗിത് കാണാം. അതുപോലെ ഇതുപോലെയുമല്ല, ഇതിനേക്കാളും ക്ലിയറായിട്ട് സ്വർഗം ടേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്യാമറയെ മറച്ചു പിടിക്കാം, സ്വർഗത്തിലെ ക്യാമറയെ മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കണ്ണുകളെ ആർക്കും മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ചെയ്തു കൂട്ടിയ സകലമായ പാപങ്ങളും അവിടെ ദൈവം പകർത്തുന്നുണ്ട്. ഓരോരുത്തരെയായിട്ട് വിളിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ പറ്റിയില്ല. ആകാശത്തെ സാക്ഷി നിർത്തി, ഭൂമിയെ സാക്ഷി നിർത്തി, കല്ലിനെ സാക്ഷി നിർത്തി, ഉത്തരത്തെ സാക്ഷി നിർത്തി, സകലത്തെയും വിളിച്ചു കൂട്ടിയിട്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മറക്കല്ലേ. അവരവർ ചെയ്ത പാപത്തിന് അവരവർക്കൊരു പുസ്തകമുണ്ടെന്നും ആ പുസ്തകത്തിനകത്ത് പാപം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് രാത്രി വിടുതൽ വേണോ? മുട്ട് മടക്കിക്കൊള്ളണം. അവൻ ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അടുത്ത വരി വായിച്ചേ. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക്. ഇന്ന് രാത്രി ഭർത്താവിനെ മറച്ചിവിടെ പാപം ചെയ്യാം, ഭാര്യയെ മറച്ചിവിടെ പാപം ചെയ്യാം, മാതാപിതാക്കളെ മറച്ചിവിടെ പാപം ചെയ്യാം. എന്നാൽ സ്വർഗത്തെ മറച്ച് ഒരു പാപവും ചെയ്യാൻ കഴിയത്തില്ല. സ്നേഹിത, സഹോദര, എത്ര കാലമായി രഹസ്യത്തിൽ ഒരു ജീവിതം, പരസ്യത്തിൽ ഒരു ജീവിതം, ആൾക്കാരുടെ മുമ്പിൽ നല്ലൊരു കപട നാടകം കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സ്വർഗം പറയുന്നു, നിന്നെ മുഴുവനും ഞാൻ കാണുന്നു.
കാണുന്നുണ്ട്. നിന്നെ മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിന്നെ മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ ചിന്തകളെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് രാത്രി പറയും, ഈ ഒരു അവസരം നിന്റെ മുൻപിൽ ഇട്ടു തരുന്നു. ഇന്ന് മുട്ടുമടക്കിയിട്ട് പറ, അപ്പാ എന്റെ പാവത്തെ ക്ഷമിക്കണമേ, ഞാൻ ഇന്ന പാവം ചെയ്തോപ്പാ, എന്നോട് മനസ്സറിയണമേ. എത്ര കടിച്ചോപ്പായ പാവമായാലും ഇന്ന് രാത്രി ആ പുസ്തകത്തിലുള്ളതെല്ലാം വായിച്ചിട്ട് മാറിൽ ചേർത്ത് പിടിച്ച് പേരിനെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ശക്തിയുള്ളൊരു ദൈവം ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അടുത്ത വരി, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത്, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത്, ഓരോരുത്തരും അവനവന്റെ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ഉണ്ടായി. അടുത്ത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞ അർത്ഥം സകല പാവികളെയും ആ തീക്കകത്ത് നിത്യ നരകത്തിനകത്ത് തള്ളിയിട്ടു. ആ പാതാളത്തിൽ നിന്ന് വിസ്തരിച്ച് ഇപ്പൊ എവിടെ കൊണ്ടുപോയി? നരകത്തിൽ തള്ളിയിട്ടു. അടുത്ത വരി, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിന്ന കർത്താവിനായിട്ടങ്ങ് നിൽക്കണം. പകുതി ഇപ്പുറത്തെ വെള്ളത്തിൽ, 4 വെള്ളത്തിലാണ്. ചിലർ കാല പിടിക്കുന്ന 2 കാലേ ഉള്ളൂ. എത്ര വെള്ളത്തിൽ നിൽക്കും? 4 വെള്ളത്തിൽ. അപ്പൊ 2 വെള്ളത്തിൽ എന്തോന്ന് കുത്തിവെക്കും? 2 കൈ അങ്ങ് കുത്തിവെക്കും. കണ്ടിട്ടില്ലേ? 2 വെള്ളത്തിൽ 2 കാല്. ശ്രദ്ധിച്ചേ, 2 വെള്ളത്തിൽ 2 കൈ. ആളെങ്ങനെ ഇരിക്കും? പോക്ക നടുകടലിൽ, പോക്ക നിത്യ നരകത്തിൽ. നീ നിന്ന ക്രിസ്തുവിനായിരുന്നില്ലേ? മറ്റൊന്നും നീ നോക്കല്ലേ. നീ നോക്കിയാൽ യേശുവിനെ നോക്ക. നിനക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ നിത്യ നരകത്തിനകത്തുനിന്ന് നിനക്ക് രക്ഷപ്പെടണോ? നിത്യ ജീവൻ വേണോ? പാപത്തെ വിട്ടുതിരിഞ്ഞ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാം. മുട്ട് മടക്ക. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുമെന്ന് വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുമ്പോൾ ഉമിഴ്ന്നു കളയുന്ന ഒരാളായി എൻ്റെ ദൈവം നിൽക്കുകയാണ് ഇന്ന് രാത്രി. അപ്രകാരം ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ എന്നെ യേശു പറയുന്നത് പോലെ അവിടെ ഇവിടെ ഓടാതെ മാമോനൻ ദൈവത്തെ സേവിക്കാൻ ഒരുത്തരും കഴിയത്തില്ല. നിന്നാൽ നിൽക്കേണ്ട മണ്ണെന്നില്ലേ. ആര് കൊന്നാലും കൊല്ലട്ടെ, അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്. ആരെയാ പഠിക്കണ്ടേ? അപ്പനെയാണോ? അമ്മയാണോ? നാട്ടുകാരാണോ? ലൂക്കോസ് 12:5 ടക്കനെ. ലൂക്കോസ് 12:5. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ളവനെ ഭയപ്പെട്. എന്തുകൊണ്ടാ കല്ലെറിഞ്ഞവരെ ഭയപ്പെടാത്തെ? അവൻ അറിയാം കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ളവനെയാണ് ഭയപ്പെടേണ്ടത്. ഇന്ന് രാത്രി നീ ക്രിസ്തുവിനായിട്ട് ജീവിച്ചാൽ കല്ലേറ് കിട്ടിയാലും സാരമില്ല, വാളുകൊണ്ട് വെട്ടിയാലും സാരമില്ല, സ്വർഗം കിട്ടുമല്ലോ. ഇന്ന് രാത്രി ഏത് തിരഞ്ഞെടുക്കും? എവിടെ പോകാൻ തിരഞ്ഞെടുക്കും? വായിച്ചേ. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടും. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, അവസരങ്ങൾ ഒരിക്കലും പാഴാക്കല്ലേ. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ അങ്ങോട്ട് ടക്കൻ വായിച്ചേ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ അവസരം പാഴാക്കല്ലേ. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? സ്വത്രം. ലൂക്കോസ് 23:39 വായിക്കുമ്പോൾ, അതുമുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതാണ്, 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തു കിടക്കുകയാണ്. അവിടെ 2 കള്ളന്മാർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കിട്ടി. എന്നാൽ ഒരു കള്ളൻ യേശുവിനെ തള്ളിക്കളഞ്ഞ് മരിച്ചപ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞു, അപ്പാ എൻ്റെ യേശുവെ, ഞാൻ ഭാവി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. യേശു പറഞ്ഞു, മോനെ, ഇന്ന് നീ പർദീസിൽ ഇരിക്കും. അവൻ പാഴാക്കി കളഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ നോക്കിയേ, 2 കള്ളന്മാരിൽ ഒരു കള്ളൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് മരിച്ച് നരകത്തിൽ പോയപ്പോൾ ഒരു കള്ളൻ ഇവിടെ കണ്ണടച്ച് എൻ്റെ പ്രിയൻ്റെയോട് കൂടെ കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത ആ കർത്താവിൻ്റെ രാജ്യത്തിൽ കയറിപ്പോയി. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഇന്ന് രാത്രി താങ്കൾ ആരെ തിരഞ്ഞെടുക്കും? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. കുറെ നാൾ കഴിഞ്ഞിട്ട് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്ന് പൗലോസിനെ വരുത്തി ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് പൗലോസിന്റെ വചനം കേട്ടു. ആരൊക്കെ? ഭാര്യയും ഭർത്താവും. അടുത്ത്
വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. അടുത്ത് എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുപോലെയാണ്. ഇന്ന് സത്യസുവിശേഷം കേട്ടാൽ സ്തോത്രം ഹല്ലേലൂയ അനേകർ അംഗീകരിക്കത്തില്ല. സത്യസുവിശേഷം പറഞ്ഞാൽ പിറ്റേന്ന് അവിടെ ആളും കുറയും. മനസ്സിലാകുന്നുണ്ടോ? സത്യസുവിശേഷം പറയുന്ന സ്ഥലത്ത് പിറ്റേന്ന് ചിലപ്പോൾ ആൾക്കാരും വരാൻ മടിക്കും. സ്തോത്രം. കലർപ്പില്ലല്ലോ, ക്ഷീണം വരും, ഉറക്കം വരും, ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതല്ലേ രണ്ട് കൂട്ടരെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, രണ്ട് കൂട്ടർ യേശുവിൻ്റെ അടുത്ത് വന്നു. സ്തോത്രം. ഒരുത്തൻ വന്നിട്ട് പറ്റാതെ തിരിച്ചു പോയി, പിന്നെ ആ വഴിയെ കണ്ടില്ല. എന്നാൽ മറ്റവൻ അങ്ങനെ അല്ല. കണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വചനം കേട്ട് അംഗീകരിക്കാൻ ദൈവം സമയം തന്നിട്ടുണ്ട്. ഇതിനെ പാഴാക്കല്ല്. ഇവർ രണ്ടുപേരും വന്നു. ആരുടെ അടുക്കൽ? സ്തോത്രം. ഇതാ പൗലോസ് അപ്പോസ്തലന്റെ അടുക്കൽ വചനം കേട്ടു. നീതി, ന്യായവിധി, ഇന്ദ്രിയജയം എന്നിവയെക്കുറിച്ച് തിരുവചനം പ്രസ്താവിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഉരുകാൻ തുടങ്ങി. അടുത്ത വാക്യം വായിച്ചേ. ഇവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരം ഉള്ളപ്പോൾ. മതി, പ്രസംഗമൊക്കെ മതി പാസ്റ്റർ പൊയ്ക്കോ, പിന്നെ ഞാൻ വിളിക്കാം. അവസരം പോയി. രണ്ടുപേരുടെ അവസരം, ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ട അവസരം, പാപം വിട്ടുതിരിയേണ്ട അവസരം, സ്നാനപ്പെടേണ്ട അവസരം, സത്യത്തിനും ആത്മാവിനും ആരാധിക്കേണ്ട അവസരം അവർ തള്ളിക്കളഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 17, 18, 19, 20 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 17, 18, 19, 20 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇതാ ഒരു വാക്യം എഴുതിയിരിക്കുന്നു. വായിച്ചേ. ഹെരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ചു തടവിലാക്കി. യോഹന്നാൻ പറഞ്ഞുടാ, നീ വേറെ ഒരു തന്റെ ഭാര്യയും കൊണ്ടാണ് നീ കറയും കൊണ്ട് നടക്കുന്നത്. മര്യാദയ്ക്ക് അവളെ വീട്ടിലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? പ്രവചിച്ചു പറഞ്ഞു. ആരാ? യോഹന്നാൻ. നീ കൊണ്ടു നടക്കുന്നത് മറ്റൊരു തന്റെ ഭാര്യ സാധിച്ചില്ലതാനും. കണ്ടോ? ഭയങ്കര പകയായി. അവളുടെ കുറ്റത്തെ ഉണർത്തിയപ്പോൾ ആ സഹോദരിക്ക് ഭയങ്കര പകയായി. പിന്നെ ആ ആരാധനയ്ക്ക് പോവോ? പറ. കുത്തിന്റെ വചനം കിട്ടിയ പിന്നെ ആ പള്ളി പോവോ? എൻ്റെ പൊന്നെ, അവിടെ കുത്തിക്കീറുന്ന വചനം ഞാനില്ല. കാരണം എന്താ? എന്നാൽ രക്ഷപ്പെടാനുള്ള മനസ്സ് ഇല്ല. ചാടിയിരിക്കും. ഹല്ലേലൂയ. നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? വചനം അംഗീകരിക്കാൻ പറ്റാത്തവരെ ആ പള്ളിയെ കുറ്റപ്പെടുത്തി ഓടും. പക്ഷേ വചനം അംഗീകരിക്കുന്നവര് മാറുകില്ല ഞാൻ പാടുന്നില്ല. അങ്ങേ മറന്ന് പോകുകില്ല ഞാൻ, അങ്ങേ പിരിഞ്ഞ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പൈതലപ്പാ, എന്തൊക്കെ പറഞ്ഞാലും ചവിട്ടി ഉരുട്ടിയാലും ഞാൻ ഇവിടെ പോകത്തില്ല. കർത്താവിനെ നന്നാക്കുന്നവരെ, കർത്താവിൽ നിറയുന്നത് വരെ, എൻ്റെ പാപ മനുഷ്യനെ തകർക്കുന്നത് വരെ എന്തൊക്കെ കേട്ടാലും ഞാൻ അപ്പൻ്റെ പാദപ്പെടുത്തി കിടക്കും എന്ന് പറഞ്ഞ് സത്യവചനം അനുസരിക്കൂലേ? അടുത്ത വാക്യം വായിച്ചേ. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ്. എടാ, നീ പ്രസംഗിക്കുന്ന പ്രസംഗിയാർ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുമ്പോൾ വന്നില്ല. പ്രസംഗം കൊള്ളാന്ന് പറഞ്ഞില്ലേ? പ്രസംഗിക്കുന്ന ആള് നല്ല ആളെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രസംഗിക്കുന്ന ആള് കൊള്ളാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? പറ. പ്രസംഗം കൊള്ളായിരുന്നെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന എന്തായിരുന്നു പ്രസംഗം, കൊള്ളാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? പ്രസംഗം കൊള്ളാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? ഇല്ല. പിന്നെ ആരെ പോകൂ? യേശുവിൽ ജീവിക്കുന്ന പൈതലെ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. മാർക്കിടുന്നവർ സ്വർഗത്തിൽ പോവോ? ഇല്ല. മാർക്കിട്ടിട്ട് യേശുവിലേക്ക് പോയി. ഹല്ലേലൂയ. മാർക്കിട്ട് ആർക്കാ പറ്റാത്തെ? ഇയാൾ പറഞ്ഞു മാർക്കിട്ടു, പ്രസംഗം കൊള്ളാം, അയാളുടെ ജീവിതം കൊള്ളാം, പക്ഷെ ഈ കേസിന് വേണ്ട. രണ്ടുപേരും അവസരം നഷ്ടമാക്കി. ഇന്ന് രാത്രി ദൈവം തരുന്ന അവസരം പാഴാക്കി കളയാതെ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുൻപിൽ വീണോളം ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പാ, എനിക്ക് എൻ്റെ യേശുവിനായി ജീവിക്കണം, പാപം വിട്ട് തിരിയണം, എനിക്ക് എൻ്റെ അപ്പൻ്റെ മകനായി മകളായി ജീവിക്കണം. അങ്ങനെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വചനം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിച്ചേ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നറിയുന്നില്ലയോ? ദൈവരാജ്യം അവകാശമാക്കി അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ മതിയാക്ക്. വിഗ്രഹാരാധന മതിയാക്ക്. വിഗ്രഹത്തെ വിട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒന്നും ദൈവമല്ല. ദൈവം സംസാരിക്കും, ദൈവം ഇറങ്ങി വരും. ഏക സത്യ ദൈവമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു അത്രേ. ശത്രുക്ക് മേശക്ക് അഭേദ്രഹോം ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതുകൊണ്ട് എരിയുന്ന തീച്ചുളക്കകത്ത് വലിച്ചെറിയാൻ തീരുമാനിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും നെബൂഖദ്നേസറേ, നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഇന്ന് രാത്രി എത്രയൊക്കെ ചങ്കുറപ്പുണ്ട് പറയാൻ. ദാനിയേൽ 3:17 നെബൂഖദ്നേസർ
ലാസറേ, നീ നിർത്തിയ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. മണ്ണുകൊണ്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് ഞാൻ നമസ്കരിക്കത്തില്ല. ഏക സത്യ ദൈവമേ ഉള്ളൂ, അത് യേശു അത്രേ. ഹല്ലേലൂയ. അവര് മൂന്നുപേരും തീച്ചുളക്കകത്ത് വീഴുമ്പോൾ ഒന്നാമനായി ക്രിസ്തു ഇറങ്ങി. കേട്ടോ, ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനത്രേ. ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിന്. വിഗ്രഹം ആരാധിക്കുന്നവനെ, വിഗ്രഹം ആരാധിക്കുന്ന വ്യക്തിയെ, നീ മടങ്ങി വാ. അടുത്ത വരി വിഗ്രഹാരാധന. വ്യഭിചാരികൾ, വ്യഭിചാരം മതിയാക്ക്. സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനം മതിയാക്ക്. തമ്പാക്ക് മതിയാക്ക്. ശംഭു മതിയാക്ക്. നിന്റെ മദ്യം നിന്റെ കുടുംബത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, നിന്റെ തലമുറകളെ മാത്രമല്ല നശിപ്പിക്കുന്നത്. ഇന്ന് നിന്റെ തലമുറകൾ കുഞ്ഞുങ്ങളായിരിക്കാം, നാളെ നിന്റെ കുഞ്ഞുങ്ങൾ മദ്യപിച്ച് വന്നാൽ നിനക്ക് എത്ര സമാധാനമുണ്ട്. നിന്റെ കുടുംബത്തെ തുലയ്ക്കുന്ന ആ മദ്യം വലിച്ചെറി. എത്ര കാലമായി കുടുംബത്തിനകത്ത് സ്വസ്ഥത പോയിട്ട്, എത്രയോ കാലം കൊണ്ട് നീ മദ്യപിച്ചിട്ട് കൊതി തീരുന്നില്ലയോ? ഇന്ന് രാത്രി നിന്റെ കണ്ണിന്റെ മുൻപിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളും ഇത് കണ്ടല്ലേ വളരുന്നത്. ഇന്ന് രാത്രി മദ്യം മതിയാക്ക്. മാത്രമല്ല, ഈ മദ്യം നിന്നെ ആദ്യം അത് നിനക്ക് സന്തോഷം തോന്നും, എന്നാൽ അണലി പോലെ നിന്നെ കൊത്തുന്നൊരു ദിവസമുണ്ട്. ഈ മദ്യം നിന്നെ എത്തിക്കുന്നത് നിത്യ നരകത്തിനകത്താണ്. ഇന്ന് മദ്യപാനിയെ നീ മുട്ട് മടക്ക. അടുത്ത വരി ഭാവിഷ്ണക്കാരൻ ആരാ? ഇപ്പൊ വചനം കേട്ടപ്പോൾ നമ്മൾ അനേകർ പറഞ്ഞില്ലേ, സിസ്റ്റർ രക്ഷപ്പെട്ടു, ഞാൻ മദ്യപാനമില്ല, ഞാൻ വിഗ്രഹാരാധന രക്ഷപ്പെട്ടു സിസ്റ്ററെ പറഞ്ഞില്ലേ. അടുത്ത് പറയുന്നു ഭാവിഷ്ണം. ചീത്ത വിളിക്കാത്ത എത്ര പേരുണ്ട്? കര ഉയർത്തിക്കേ. ഉമ്മേനമ്പി വന്നേ ഞാൻ വെക്കപ്പെടല്ലേ. പള്ളിയിൽ പോകും, ചീത്ത വിളിക്കും, മക്കളെയും വിളിക്കും, വീട്ടുകാരെയും വിളിക്കും, അപ്പനെയും വിളിക്കും, ഭാര്യയും വിളിക്കും, ഭർത്താവിനെ വിളിക്കും. ആർക്ക് വേണം ആ വാ കൊണ്ട് അപ്പ എന്നുള്ള വിളി? അപ്പച്ച സ്വീകരിക്കത്തില്ല. അത് ഒരു വായ കൊണ്ട് തന്നെ സ്തോത്രവും സ്തുതിയും ചീത്ത വിളി വിട്. ക്രിസ്തുവിനെ മാത്രം സ്തുതിക്കേണ്ട വാ. അത് വിശുദ്ധം. അടുത്ത വരി വായിച്ചേ. പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം സ്വർഗത്തിൽ പോകത്തില്ല. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 19, 20, 21 വേഗത്തിൽ വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. ആരല്ല പിണങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ആരോടും പിണക്കമില്ലാത്ത എത്ര പേരുണ്ട്? ആരോടും പിണക്കമില്ല. പിണങ്ങിയിരിക്കുമ്പോഴാണ് കണ്ണടച്ച കണ്ണ് തുറക്കുന്നത്. ഉറപ്പിച്ച് ഞാൻ പറയാം, നരകത്തിനകത്ത് തന്നെ. പിണക്ക ഇന്നത്തോടെ വിട്ടോളൂ. ആരോടെ പിണങ്ങിയിരിക്കുന്നെങ്കിലും. മത്തായി 5:23 ടക്കനെ വായിച്ച സമയമില്ല, ഞാൻ നിർത്താൻ പോകുന്നു. മത്തായി 5:23 വായിച്ചേക്കാ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ഒന്നാമത് വഴിപാട് അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി നിരന്നു കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗിനെ ചേകവനും നിന്നെ അടുത്ത് ന്യായാധിപനും ഏൽപ്പിച്ചിട്ട് ഒടുവിലത്തെ കാശ് പോലും തിരിച്ചു കൊടുക്കുവോളം മടങ്ങി വരികയില്ലെന്ന് സത്യമായിട്ട് നിന്നോട് പറയുന്നു. അർത്ഥം എന്താ? വഴിയിലുള്ളപ്പോൾ, ഈ ഭൂമിയിൽ ജീവനോടെ ജീവിച്ചിരിക്കുമ്പോൾ ആരോടെല്ലാം പിണങ്ങിയിട്ടുണ്ടോ ആ പിണക്കത്തെ വിട്ട് അവരടുത്ത് സംസാരിച്ച് സ്നേഹത്തോടെ പിണങ്ങി മിണ്ടി, ചേച്ചി, അണ്ണ, തമ്പി, അക്ക, സംസാരിക്കേനി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അകത്ത് കാണുമ്പോൾ കള്ളനെ അവൻ. ഞാൻ മിണ്ടുന്നതൊക്കെ ശരി തന്നെ, എനിക്ക് നല്ല ദേഷ്യം ഉണ്ടാകത്തോണ്ട് ഞാൻ മിണ്ടുന്നതെന്ന് നോക്കണ്ട. അവൻ എന്നോട് കാണിച്ചത് നരകം തന്നെ. കണ്ണുറക്കുമ്പോൾ ഇതിനകത്തുള്ളതും കൂടെ വേഷം ഇറങ്ങണം. വല്ല കൈപ്പുള്ള പേര് മുളച്ചിട്ട് കലക്കമുണ്ടായി മലിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ആ കൈപ്പേറിയ അകത്ത് കിടക്കുന്ന വേഷം കൂടെ പോകണമെങ്കിൽ ഒറ്റ സോപ്പിനെ പറ്റുള്ളൂ, യേശുവിന്റെ രക്തത്തിന് മാത്രം. അത് കഴുകൽപ്പെടട്ടെ. അടുത്തവര് വായിച്ചേ. ഭിന്നത, ജാരശങ്ക, ക്രോധം. കോപിക്കാത്ത ആരൊക്കെ ഉണ്ട്? കോപം നരകമാണ്. അടുത്ത് ശാഠ്യം. ഞാൻ പറഞ്ഞ എന്നെ നടക്കണം. ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക, ഭിന്നത, മദ്യപാനം, ഭിന്നത, അസൂയ, മദ്യപാനം, അസൂയുള്ളവരൊക്കെ ഉണ്ട്? സമയമില്ല. അടുത്ത വരി. മുതലാവിയെ വെളിവാകും. അടുത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ അവകാശമാക്കില്ലെന്ന് എവിടെ പോകൂല? സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കണ്ടോ? ഇത് യാതൊണ്ടെങ്കിലും ഇവിടെ പോകൂല, സ്വർഗത്തിൽ പോകത്തില്ല. അടുത്ത് വെളിപ്പാട് പുസ്തകം 21:8 പെട്ടെന്ന്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. വായിച്ചേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. ഇത് രാത്രിയെ തിരഞ്ഞെടുക്കും. പാപത്തെ വിട്ടുതിരിയ മറ്റൊരുവൻ രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുവൻ
രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാണ്. യേശു പച്ചൻ രക്ഷകനായി സ്വീകരിക്കുക, പാപത്തെ വിട്ടുതിരിയുക, കർത്താവിന്റെ അടുക്കലേക്ക് ശരണത്തിനായി ഓടി വരാ. ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എൻ്റെ ഹൃദയത്തിനകത്ത് വരണമേ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ഒറ്റ മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കർത്താവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല മർക്കോസ് സുവിശേഷം 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. എന്താണ് ശിക്ഷ? ഓ സ്തോത്രം, നിത്യ നരകം. അതിൽ നിന്ന് രക്ഷപ്പെടണമോ? പാപങ്ങളെ ഏറ്റു പറഞ്ഞ് യേശു ക്രിസ്തു സ്നാനമേറ്റതുപോലെ നമ്മളും സ്നാനമേറ്റ് യേശുവിനോട് ചേരണം. കൽപ്പനയത്രേ സ്നാനം. രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെട്, സ്നാനപ്പെട്. മർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധന്മാർ പ്രാപിച്ചതുപോലെ ആത്മാവിന്റെ ശക്തി പ്രാപിര്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സത്യവചനമനുസരിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്തുണ്ട്. സത്യവചനമനുസരിച്ച് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ ജീവിക്കുന്ന വചനത്തിൽ, ക്രിസ്തുവിൽ, ആത്മാവിൽ തങ്ങളെ ജഡമോഹങ്ങളെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ട് ഉയരത്തിലുള്ള ക്രിസ്തുവിനെ നോക്കിയിട്ട്, അപ്പാ എനിക്കിങ്ങനെ നേരെ ജീവിക്കാൻ പറ്റത്തില്ല, ഞാനിത് അങ്ങിൽ ആശ്രയിക്കുന്നു. ശരണത്തിനായി ഓടി വന്ന പൈതലിനെ തള്ളിക്കളയാത്ത ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നാൽ യേശുവിനായിട്ട് നിൽക്കണം. നിന്നിട്ട് അവിടെ ഇവിടെ കിടന്ന് ഓടരുത്. ഇറങ്ങിയ എന്നായിരുന്നാലും ഇവിടെ വിട്ടു പോകണം. സ്വത്തത്തിൽ പോറപ്പ. പക്ഷെ പ്രതികൂലം കണ്ട് പേടിച്ച് നീ പിന്മാറിയ എവിടെ വെച്ചാണ്, എപ്പോഴാണ് നമ്മൾ കണ്ണടയുന്നെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി കിട്ടിയ അവസരം പാഴാക്കല്ല്. സഭാപ്രസംഗി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. സ്വത്രം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്യൻ തള്ളിയിട്ടും. നമ്മളെ വീട് മറക്കുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ റൂം ടാറ്റ പറയുന്നൊരു ദിവസമുണ്ട്. നമ്മൾ ധരിച്ച ഡ്രസ്സ് നീ പൊക്കോ എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവരും നമ്മുടെ ബന്ധുക്കളെല്ലാം കുഴിക്കര വരെ ഉള്ളൂ. അതിനുശേഷം മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? പൊൻകിണ്ണം തകരും, വെള്ളിച്ചിരട് അറ്റുപോകും, രോദനക്കുരി ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. സ്നേഹിത സഹോദര, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. പടമു നീങ്ങിപ്പോയി. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. യേശുവിൻ നാമം വിടുതലാം, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം, യേശുവിൻ നാമം വിടുതലാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. പടമു നീങ്ങിപ്പോയി. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ.
സർവശക്തനായവനേ, യേശുവിന്റെ രക്തം ശുദ്ധിക്കാം, യേശുവിന്റെ രക്തം സൗഖ്യമാ, യേശുവിന്റെ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിന്റെ രക്തം ശുദ്ധിക്കാം, യേശുവിന്റെ രക്തം സൗഖ്യമാ, യേശുവിന്റെ രക്തം കഴുകലാ, യേശു എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ, ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവൻ. പാടാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണപ്പാ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ഭാരങ്ങൾ മാറി, ഞങ്ങളുടെ പ്രതിസന്ധികൾ മാറി, ഞങ്ങളുടെ വേദനകൾ മാറി, ഞങ്ങളുടെ രോഗങ്ങൾ മാറി, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. അതേ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ പകൽക്കാലം മുതൽ ഈ സമയം വരെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഈ 3 ദിവസവും അപ്പാ അങ്ങ് അനുഗ്രഹിച്ച് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. വചന ശുശ്രൂഷയായാലും പാട്ടായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും ഓരോ കാര്യങ്ങളും അങ്ങ് നിയന്ത്രിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. മാനുഷിക ബുദ്ധിയിൽ നിന്നോ അപ്പാ മാനുഷിക ചിന്തയിൽ നിന്നോ ഒന്ന് ഉയരാതെ വണ്ണം ദൈവികമായത് മാത്രം പ്രവർത്തിക്കുവാൻ ഓരോ മക്കളെ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഈ ഭവനത്തിന്റെ മുറ്റമൊരുക്കി തന്ന ഈ ഭവനത്തിലുള്ള പ്രിയ അങ്കിളിനെയും ആന്റിനെയും പൈതങ്ങളെയും ഒക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഹല്ലേലൂയ. ഈ മുറ്റം നൽകിയതിലൂടെ ഹല്ലേലൂയ ഒരു കൂട്ടം റഷ്യയുടെ മാർഗത്തിലോട്ട് കടന്നു വന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ, സ്വർഗം സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ അങ്ങ് മാറ്റി തീർത്തിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പ ആ അനുഗ്രഹം ഇവരുടെ മേലും ഇവരുടെ മക്കളുടെ മേലും മരുമക്കളുടെ മേലും ചെറു പൈതലിന്റെ മേലും വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കണം പിതാവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി തരികയാണ് അപ്പ. ഹല്ലേലൂയ. ഈ കാണിക്ക ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിൽ തരികയാണ്. ഇതിൽ അർപ്പിച്ചിട്ടുള്ള സകല കരങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അതിലും ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ പിതാവേ. ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദേശത്തിലുള്ള സകല മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. സകലമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കർത്താവിനെ ഹല്ലേലൂയ ഒരു നേരം മതിയല്ലോപ്പ, ഒരു നോട്ടം മതിയല്ലോപ്പ. സകലത്തിൽ നിന്ന് പരിപൂർണമായ ഒരു വിടുതലിനെ അങ്ങ് നൽകുക പിതാവേ. അതുപോലെ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങളുടെ സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മക്കളെയും തരികയാണ് അപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസം കൂട്ടായ്മയും നമ്മൾ ഓരോരുത്തരോടും കർത്താവിന്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.